ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സവിതാ മാതാജി, സ്വാഗതം. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഇന്ന് എടുക്കാനുള്ള. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തപ്പോൾ എന്താണ്, നമ്മൾ സ്റ്റക്കായി പോയല്ലേ അതിന്റെ വിവർത്തനം കണ്ടു കഴിഞ്ഞപ്പോ അല്ലേ. ഇത്ര വലിയൊരു വിവർത്തനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പോയിരുന്നു അല്ലേ. അപ്പൊ നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് അത് തീരില്ല എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്നത്തേക്ക് മാറ്റി വെച്ചത്. അഞ്ചാമത്തെ ശ്ലോകം അല്ലേ. നമുക്കൊന്ന് എടുത്തു നോക്കാം. കാര്യം നമ്മളെല്ലാം പറഞ്ഞതൊക്കെ തന്നെയാണ്, പക്ഷെ ഇതിൻ്റെ അകത്ത് കുറെ ശ്രീപ്രഭാതർ കുറെ വിവരിക്കുന്നുണ്ട്. അങ്ങനെ അത് കുറച്ച് മാത്തമാറ്റിക്സും അതും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ദഹിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം, അല്ലാത്തതൊക്കെ നമ്മൾ കേട്ടിരിക്കുക എന്നേ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാവുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം. അതിൽ കൂടുതലുള്ള കുറച്ചുകൂടെ ഹെവി ആയ ടോപ്പിക്കുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ എടുക്കാൻ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 3 ശ്ലോകം 5 നമ്മൾ എടുത്തിട്ട് ഭാവാർത്ഥം കണ്ടപ്പോ പേടിച്ച് നിന്ന് പോയത്. അപ്പൊ നമ്മൾ ആ 5-ാമത്തെ ശ്ലോകം എടുക്കാൻ പോവുകയാണ്. ഏതന്ന ഏതന്ന ഏതന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാം ശാസേന സൃജന്തേ ദേവതിര്യങ്നരാധയാം. ഏതന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാം ശാസേന സൃജ്യന്തേ ദേവതിര്യങ് നരാധയാം. ഏതന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാം ശാസേന സൃജ്യന്തേ ദേവതിര്യങ് നരാധയാം. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ഏതന്നാനാവതാരാണാം നിദാനം ബീജമവ്യയം യസ്യാം ശാംശേന സൃജ്യന്തേ ദേവതിര്യങ്നരാധയാ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ഏതന്നാനാവതാരാണാം നിദാനം ബീജമവ്യയം യസ്യാം ശാംശേന സൃജ്യന്തേ ദേവതിരയം നാരദയാ. ഹരേ കൃഷ്ണ. നരാധയ. നരാധയ. നാരദയ. ഹരേ നരാധയ. കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണമാരി മാതാജി. ഹരേ കൃഷ്ണ. ഏതന്യാനാവതാരാണാം നിദാനം ബീജമവ്യയം യശാം ശാസേന സൃജൻ ദേവതിര്യം നരാധയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. ഏതൽ ഈ രൂപം, നാനാ ബഹുവിധങ്ങളായ, അവതാരാണാം അവതാരങ്ങൾ, നിധാനം ഉറവിടം, ബീജം ബീജം, അവയെ നശിപ്പിക്കാൻ, അസാധ്യമായ യസ്യ ആരുടെ, അംശ പൂർണാംശങ്ങൾ, അംശേന പൂർണാംശങ്ങളുടെ അംശങ്ങൾ, സൃജ്യന്തേ സൃഷ്ടിക്കുക, ദേവ ദേവന്മാർ, തിര്യക് മൃഗങ്ങൾ, നര ആദയ നരന്മാരും മറ്റുള്ളവരും. വിവർത്തനം. പ്രപഞ്ചത്തിലെ ബഹുവിധ അവതാരങ്ങളുടെ അവ്യയ ബീജവും നിധാനവും ഉദ്ഭവകേന്ദ്രവും ഈ രൂപമാകുന്നു. ഈ രൂപത്തിന്റെ പൂർണാംശത്തിന്റെ അംശങ്ങളിൽ നിന്നും ദേവന്മാർ, മനുഷ്യർ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ജീവാത്മാക്കൾ രൂപം കൊണ്ടു. അപ്പം നമ്മൾ കണ്ടത് ഈ പ്രപഞ്ചത്തിലെ ബഹുവിധ അവതാരങ്ങളുടെ അവ്യയ ബീജവും നിധാനവും ഉദ്ഭവ കേന്ദ്രവും ഈ രൂപമാകുന്നു. ഇപ്പൊ അത് ഏത് രൂപമായിരുന്നു? ആർക്കാ പറയാൻ പറ്റുന്നത്? കാരണോദശക വിഷ്ണുവാണ്.
വിരാട് രൂപം. ആ വിരാട് രൂപമായ കാരണോദശകായ വിഷ്ണുവിൽ നിന്നാണ് ഈ സർവ്വ പ്രപഞ്ചങ്ങളും ഉദ്ഭവിച്ചത്. അപ്പൊ ആ കാരണോദശകായ വിഷ്ണുവിന്റെ തന്നെ എക്സ്പാൻഷനായ പിന്നീട് ഗർഭോദശകായ വിഷ്ണു ഉണ്ടായി. ആ ഗർഭോദശകായ വിഷ്ണുവിൽ നിന്നാണ് ഈ പറഞ്ഞ 14 ലോകങ്ങളും ഉണ്ടായതും അവിടെ നിന്നാണ് പിന്നെ സൃഷ്ടി ഓരോരോ ബ്രഹ്മാണ്ടങ്ങളിലും തുടങ്ങിയതും അങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ കണ്ടു ഓരോ സൃഷ്ടിയിലും ഇദ്ദേഹം തന്നെ വീണ്ടും ഒരു എക്സ്പാൻഷൻ ഉണ്ടായി. ആ എക്സ്പാൻഷനാണ് ക്ഷീരോദശകായ വിഷ്ണു. ഈ കാരണോദശകായ വിഷ്ണുവിന്റെ തന്നെ എക്സ്പാൻഷനാണ്. അതുണ്ടായി പുരുഷാവതാരത്തിൽ മൂന്നാമത്തേതായ വിഷ്ണു, ക്ഷീരോദശകായ വിഷ്ണു ഓരോ ജീവാത്മാക്കളുടെ ഹൃദയത്തിൽ വന്ന് പരമാത്മാവായിട്ട് കുടികൊണ്ടുവന്ന് കണ്ടല്ലേ. അന്നിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്ന ഈ പർപ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവതാരങ്ങളുടെ എല്ലാം ഇതിൻ്റെ അകത്ത് പറയപ്പെടുന്ന ഈ അവതാരങ്ങളുടെ എല്ലാം ഉദ്ഭവ കേന്ദ്രം പൂർണാംശത്തിന്റെ അംശങ്ങളിൽ നിന്നും, അതായത് ഈ രൂപത്തിന്റെ പൂർണാംശങ്ങളിൽ നിന്നും പൂർണാംശത്തിന്റെ അംശങ്ങളിൽ നിന്നും. പൂർണാംശത്തിന്റെ അംശം എന്താണ്? ബ്രഹ്മദേവൻ. ബ്രഹ്മദേവനിൽ നിന്നാണല്ലോ പിന്നെ ഈ ദേവന്മാരും അങ്ങനെയൊക്കെയുള്ള സൃഷ്ടികളെല്ലാം നടന്നത് അല്ലെ. മനുഷ്യരും എല്ലാം ഉണ്ടായത്. അതായത് പ്രജാപതിമാരെയൊക്കെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. അങ്ങനെ ബ്രഹ്മദേവനിൽ നിന്നാണ് മറ്റുള്ള സൃഷ്ടികൾ ഉണ്ടായ പ്രജാപതിമാരെ അങ്ങനെ അങ്ങനെ തുടർന്ന് പോകുന്നു. അങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അവതാരങ്ങളുടെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ അവതാരങ്ങളൊക്കെ നമ്മൾ ഈ കാണുന്ന മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം ഇങ്ങനെയൊക്കെയുള്ള അവതാരങ്ങൾ നമ്മൾ കണ്ടു അല്ലെ. ഈ അവതാരങ്ങളൊക്കെ ആരിൽ നിന്നാണ് വരുന്നത്? ആർക്കാ പറയാൻ പറ്റുന്നത്? മാതാജി മ്യൂട്ടിലാണ്. അവതാരങ്ങളെല്ലാം ബ്രഹ്മാവിൽ നിന്ന് വരുന്നു ആണോ? അതോ ഭഗവാനിൽ നിന്നോ? ബ്രഹ്മദേവൻ എത്ര അവതാരം എടുത്തെന്ന് മാതാജി എന്ന് പറഞ്ഞു? ഭഗവാൻ കൃഷ്ണനിൽ നിന്ന്, പരമദിവ്യതമ പുരുഷനായ ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ് എല്ലാ അവതാരങ്ങളും. കൃഷ്ണനിൽ നിന്നാണ് എല്ലാം. പക്ഷെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതല്ല. ക്ഷീരോദശകായ വിഷ്ണുവിൽ നിന്നാണ് ഈ അവതാരങ്ങളൊക്കെ വന്നത് അല്ലെ. അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കിയത്? നമ്മൾ ഓരോ അവതാരം എടുക്കാൻ നേരത്തും ഭഗവാൻ അവതാരം എടുക്കാൻ നേരത്ത് ആരവിടെ പോയി പ്രാർത്ഥിക്കും? ദേവന്മാർക്കൊക്കെ പോകാനായിട്ട് മാക്സിമം പറ്റിയ സ്ഥലം വിരജാ നദിയുടെ ആ ബോർഡർ ആണല്ലോ. അതിന്റെ അപ്പുറത്താണ് ആര് ഇരിക്കുന്ന? ക്ഷീരോദശകായി ഘോഷ്യൻ അല്ലെ. പാലാഴി. ക്ഷീരോദശകായി എന്ന് പറഞ്ഞാൽ എന്താ? പാലാഴി. ആ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ആ വിഷ്ണു, അതാണ് ക്ഷീരോദശകായ വിഷ്ണു. അദ്ദേഹമാണ് ഈ ദേവൻ പുരുഷ സൂക്തമൊക്കെ ചൊല്ലി അവരുടെ മുൻപിൽ പ്രത്യക്ഷരാകുന്നതും ഭൂമിദേവി ഗോരൂപമൊക്കെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അസുരന്മാരെ കൊണ്ട് ഇവിടെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഭഗവാൻ തഥാസ്തു എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്നതും. ആ ഭഗവാനാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അവതാരങ്ങളായിട്ട് വന്ന് നമ്മളെ ഈ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗയുഗ, ധർമ്മം പുനഃസ്ഥാപിക്കാനൊക്കെ വരുന്നത്. എന്താണ്? ഈ ഭഗവാന്റെ അവതാരങ്ങൾ, ഓരോ അവതാരങ്ങൾ വരത്തില്ലേ, ഈ അവതാരങ്ങളൊക്കെ ക്ഷീരോദശകായ വിഷ്ണുവിൽ നിന്നാണ്. ഇനി ഇതിന്റെ പർപ്പട്ട് വാങ്ങിച്ചു നോക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ചിലപ്പോൾ നമ്മൾക്ക് മുഴുവനും എന്താ പറയുക, കൺഫ്യൂഷൻ ഒന്നുകൂടെ കൂടുകയേ ഉള്ളൂ. ഇത് വായിച്ചു കഴിയുമ്പോൾ. കാര്യം അത്രയ്ക്കുണ്ട്. നമുക്ക് ഓരോ പാരഗ്രാഫ് അധികം പേർക്ക് ഇല്ലല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ജ്ഞാനാംബിക മാതാജി, കൃഷ്ണകുമാരി മാതാജി, പിന്നെ ആർക്കാ ഉള്ളത്? ഭാഗവതം മല്ലിക മാതാജി അല്ലെ. നിങ്ങൾ 3 പേരും കൂടി ഷെയർ ചെയ്ത് വായിച്ചു. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ജ്ഞാനാംബിക മാതാജി ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചോളൂ. 5ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കണോ? ശ്ലോകം വായിക്കണ്ട. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ജയശ്രീല പ്രഭുവാക്കി ജയ്. പുരുഷ അവതാരം മഹത്തത്വത്തിൽ അസംഖ്യം പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ച ശേഷം അവ ഓരോന്നിലും ഗർഭോദകശായി വിഷ്ണുവായി 2ാം പുരുഷ അവതാരമായി പ്രവേശിച്ചു. തുടക്കത്തിൽ പ്രപഞ്ചത്തിൽ വിശ്രമിക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധം അന്ധകാരവും ശൂന്യതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഗർഭോദകശായി വിഷ്ണു സ്വന്തം വിയർപ്പിനാൽ അർത്ഥപ്രപഞ്ചത്തെ നിറയ്ക്കുകയും ആ ജലത്തിൽ സ്വയം ശയിക്കുകയും ചെയ്തു. അനന്തരം അദ്ദേഹത്തിന്റെ നാഭീ സരസിൽ നിന്നും
ഒരു താമരത്തണ്ട് തളർത്തു വരികയും ആ താമരത്തണ്ടിന്റെ അഗ്രത്തുള്ള വിടർന്ന താമര ഇതളുകളിൽ പ്രപഞ്ചത്തിന്റെ രൂപരേഖയുടെ വിദഗ്ധ നിർമ്മാതാവായ ബ്രഹ്മദേവന്റെ ജനനം സംഭവിക്കുകയും ചെയ്തു. ബ്രഹ്മദേവൻ രജോ ഉന്മൂലനം ചെയ്യുന്നു. ഗർഭവതി വിഷ്ണുവിന്റെ കാര്യങ്ങളാണ്. ബ്രഹ്മദേവനും ദക്ഷാരിയും അനുഭവിക്കുന്നവരെ ദേവൻ അദ്ദേഹം ഈ ശീതകശ വിഷ്ണുവിൽ നിന്നും ഹരേ കൃഷ്ണ. മതിയോ? മതി മതി. അപ്പൊ നമ്മൾ അത്ര എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ കാരണോദർശ അസംഖ്യം പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ആ സൃഷ്ടിച്ച ഈ ഓരോ പ്രപഞ്ചത്തിലും അല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന ആ ഓരോ പ്രപഞ്ചത്തിനുള്ളിലും ഒരു വിഷ്ണു കയറി. ആ വിഷ്ണുവിന്റെ പേരെന്താണ്? ഗർഭോദശകായി വിഷ്ണു. അപ്പൊ ആ വിഷ്ണുവിനെ പറ്റിയാണ് വേദങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആ വാക്ക് എന്തായിരുന്നു വേദങ്ങളിലൊക്കെ? ഗർഭസ്തുതി എന്ന് പറഞ്ഞ ആ ഒരു സ്തുതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അനേക സഹസ്ര ശിരസുകളോട് കൂടിയവൻ മുതലായ ഭഗവത് സുബ്രഹ്മണ്യ ഗർഭസ്തുതി ശ്ലോകത്തിൽ വിഷ്ണുവിനെ പ്രതീകരിച്ചിരിക്കുന്നു. ആ വിഷ്ണു എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് വിയർപ്പിനാൽ എന്ത് ചെയ്തു? അവിടെ ഒരു സമുദ്രം തന്നെ സൃഷ്ടിച്ചു അല്ലെ. അങ്ങനെ ഗർഭസമുദ്രം. അങ്ങനെ ആ ഗർഭസമുദ്രത്തിൽ ശയിച്ചിട്ട് അദ്ദേഹത്തിന്റെ നാഭി പങ്കജത്തിൽ നിന്ന് ഒരു താമര ഉണ്ടായി. അങ്ങനെ താമര തണ്ട് ഇങ്ങനെ നീണ്ടു പോയി. നമ്മൾ കണ്ടു ആ താമരത്തണ്ടിൽ. ഞാൻ ഇന്നും അത് മറന്നുപോയി അത് ഷെയർ ചെയ്യാനായിട്ട്. ഞാൻ പണ്ട് പലതവണ ഷെയർ ചെയ്തതാണ് ബ്രഹ്മാണ്ടങ്ങളുടെ 14 ലോകങ്ങളും കാണിച്ചിട്ടുള്ള ഒരു പിക്ചർ. അത് ഞാൻ മറന്നുപോയിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ തന്നെ വേണമെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാനിപ്പോ തന്നെ ഷെയർ ചെയ്യും, കിട്ടിയത്. മാതാജി ഞാൻ സബിത മാതാജി ദ്വാരകാധാമിൽ ഇട്ടിട്ടുണ്ട്. ക്ഷേമവൃന്ദാവനത്തിൽ ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്തേക്കാം. അപ്പം നമ്മൾ കണ്ടു അങ്ങനെ ആ വിഷ്ണു അദ്ദേഹത്തിന്റെ വിയർപ്പിൽ നിന്നൊരു സമുദ്രം സൃഷ്ടിച്ചു. അങ്ങനെ അദ്ദേഹം ഈ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള മൂലകങ്ങളും എല്ലാം ഈ 14 ലോകങ്ങളിൽ സൃഷ്ടിച്ചു. അങ്ങനെ അതിന് താമരക്കുള്ളില് എന്താണ് നാൻമുഖനായ ബ്രഹ്മദേവൻ പൂജാതൻ. അങ്ങനെ ബ്രഹ്മദേവനിൽ നിന്നും പിന്നെ ആരൊക്കെ ഉണ്ടായി? ദക്ഷൻ, മരീചി, മനു അങ്ങനെയുള്ള ദേവന്മാരും മറ്റനേകം പേരും ഈ പ്രപഞ്ചത്തിൽ ജീവാത്മാക്കളെ സൃഷ്ടിക്കാനായിട്ട് അവതരിച്ചു. ഇവരിൽ നിന്നാണ് പിന്നീട് സൃഷ്ടി വരുന്നത് അല്ലെ. അങ്ങനെ ഈ ബ്രഹ്മദേവനിൽ നിന്നാണ് ആരാണ്? അപ്പൊ ബ്രഹ്മദേവൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് രജോ ഗുണത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സൃഷ്ടി നടത്താനായിട്ട് രജോ ഗുണം അത്യാവശ്യമാണ് അല്ലെ. സൃഷ്ടികർത്താവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പദവിയല്ലേ, പൊസിഷൻ അല്ലെ. നമ്മളിപ്പോ പിതാവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പൊസിഷൻ അല്ലേ. അപ്പൊ നമുക്കൊരു അഹങ്കാരം, ഞാൻ ഇവന്റെ രക്ഷകർത്താവാണെന്നുള്ള ആ ഒരു
ഭാവം വരുമ്പോഴത്തേന് ആ ഒരു ഭാവം രജോ ഗുണത്തിലേ അത് ഉണ്ടാവുള്ളൂ അല്ലെ. സൃഷ്ടി ചെയ്യാനായിട്ട് ഇത് ആവശ്യമാണ് അല്ലെ. ഞാൻ രക്ഷകർത്താവ്, സംരക്ഷകൻ, പരിപാലകൻ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം രജോ ഗുണ സംയുക്തനായിട്ടാണ് ബ്രഹ്മദേവനെ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ പരിപാലനം ചെയ്യാൻ വേണ്ടിയിട്ട് സത്വഗുണപ്രധാനായിട്ടാണ് മറ്റേ വിഷ്ണുവിനെ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ തമോ ഗുണപ്രധാനിയായ രുദ്രൻ അവതരിച്ചു ബ്രഹ്മാവിൽ നിന്ന്. ബ്രഹ്മാവിന്റെ പുരികത്തിൽ നിന്നാണ് ഈ പറയുന്ന രുദ്രന്മാര്, 11 രുദ്രന്മാരുണ്ടായത്, ഏകാദശ രുദ്രന്മാര്. അങ്ങനെ ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ എന്നീ 3 ദേവന്മാരും ഉണ്ടായി എന്ന് നമ്മൾ കണ്ടു അല്ലെ. അങ്ങനെ നമ്മൾ കണ്ട് സപ്തർഷികൾ അല്ലെ, മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, വസിഷ്ഠൻ എന്നൊക്കെ പറഞ്ഞ് സപ്തർഷികളെ നമ്മൾ കണ്ടല്ലേ. സപ്തർഷികളെ, നാരദമുനി, പിന്നെന്താണ് നമ്മുടെ 4 കുമാരന്മാര്, സനൽകുമാര ഋഷികള്, അങ്ങനെ ഒരുപാട് പ്രജാപതിമാരെ നമുക്ക് ആരൊക്കെയാണ് അറിയാവുന്നത്? ദക്ഷ പ്രജാപതി, കശ്യപ പ്രജാപതി, പിന്നെന്താണ്, അങ്ങനെ കുറെ പേരുണ്ട്. ഞാനിപ്പോ എല്ലാവരുടെയും പേരൊന്നും ഓർക്കുന്നില്ല. കുറെ പ്രജാപതിമാരും ഉണ്ട് ഇങ്ങനെ അല്ലേ. അപ്പം അതിന് ശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വളരെ ഇമ്പോർട്ടന്റ്. ഗർഭോദശകായ വിഷ്ണുവിന്റെ പൂർണ്ണാംശമായ വിഷ്ണു, ഈ ഗർഭോദശകായ വിഷ്ണു വീണ്ടും എക്സ്പാൻഡ് ചെയ്തു. നമ്മൾ പുരുഷാവതാരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുരുഷാവതാരങ്ങളിൽ ആദ്യം കണ്ട വിഷ്ണു ആരായിരുന്നു? ഒറിജിനൽ അല്ലെങ്കിൽ കാരണദശകായ വിഷ്ണു. അദ്ദേഹത്തിൽ നിന്നാണ് ഈ സൃഷ്ടിയുടെയും ഇതിന്റെ എല്ലാം ആരംഭം നമ്മൾ കണ്ടു അല്ലെ. അതിനുശേഷം അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻ ആയിരുന്ന ഗർഭോദശക വിഷ്ണുവിനെ കണ്ടു. അപ്പൊ അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് ബ്രഹ്മദേവൻ അടക്കമുള്ള ജീവാത്മാക്കളെയൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മളിപ്പോ കാണാൻ പോകുന്നത് പ്രപഞ്ച സംരക്ഷകൻ അഥവാ ക്ഷീരോദശകായി വിഷ്ണു. ക്ഷീരോദശകായി വിഷ്ണുവിനാണ് പ്രപഞ്ച സംരക്ഷകൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞാൻ അമ്പിയ മാതാജി. സൃഷ്ടി സ്ഥിതി സംഹാരം. സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷിക്കുക അല്ലെ. അതായത് നമ്മൾ കാലാകാലങ്ങളിൽ ഭഗവാൻ അവതരിച്ച് നമ്മളെ എന്താണ് ധർമ്മച്യുതി സംഭവിക്കുമ്പോൾ, അധർമ്മത്തിന് ഇത് സംഭവിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുമെന്ന് കണ്ടില്ലേ. അപ്പൊ പ്രപഞ്ച സംരക്ഷകനായിട്ട് വരുന്ന വിഷ്ണു, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ അവതാരങ്ങളും, നമ്മൾ ദശാവതാരം എന്നൊക്കെ പറയുന്ന ഈ അവതാരങ്ങളെല്ലാം തന്നെ ക്ഷീരോദശകായ വിഷ്ണുവിൽ നിന്നുമാണ് വരുന്നത് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു എല്ലാവർക്കും അല്ലെ. അല്ലിയ മാതാജിക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല പ്രഭുജി, ഒന്നുകൂടെ പറയണോ? അപ്പൊ ഞാനൊരു സമ്മറി പോലെ പറയാം. നമ്മള് ഭഗവാനിൽ നിന്നുള്ള ഞാൻ മ്യൂട്ട് ചെയ്തു. അപ്പൊ ഇനി ഒന്ന് ശ്രദ്ധിച്ച്. ഓക്കെ, അപ്പൊ നമ്മള് ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഞാനൊരു സമ്മറി പോലെ പറഞ്ഞിട്ട്, നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഭഗവാൻ സ്വവിസ്തരണം ചെയ്തതെന്നുള്ള അറിയാമല്ലോ അല്ലെ. രാധാകൃഷ്ണന്മാരിൽ നിന്നും ആദ്യം വന്നത് ബലരാമൻ. സ്വവിസ്തരണങ്ങളാണ് അതൊക്കെ അല്ലെ, ഭഗവാന്റെ സ്വവിസ്തരണങ്ങൾ. ബലരാമൻ, പിന്നെ 1-ാം ചതുർവ്യൂഹം, ഇതൊക്കെ സർഗസൃഷ്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഭഗവാന്റെ സ്വവിസ്തരണങ്ങള്. 1-ാം ചതുർവ്യൂഹം 4 പേര്: സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. അത് കഴിഞ്ഞിട്ട് സംഘർഷനിൽ നിന്നും നാരായണനുണ്ടായി. നാരായണനിൽ നിന്ന് 2-ാം ചതുർവ്യൂഹം മഹാസംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. എന്നിട്ട് മഹാസംഘർഷനിൽ നിന്നാണ് പുരുഷാവതാരങ്ങൾ വരുന്നത്. പുരുഷാവതാരങ്ങളിൽ ആദ്യത്തെ പുരുഷാവതാരം കാരണോദശകായ വിഷ്ണു. അപ്പൊ അദ്ദേഹം ശയിക്കുന്ന സമുദ്രം കാരണസമുദ്രം. കാരണസമുദ്രം എന്ന കോസ്മിക് ഓഷ്യൻ ആണ് അല്ലെ. അവിടെ നിന്നാണ് സൃഷ്ടിയുടെ തുടക്കം വരുന്നത് അല്ലെ. അദ്ദേഹമാണ് എന്താണ് ഈ അസംഖ്യം പ്രപഞ്ചങ്ങളെ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അസംഖ്യം പ്രപഞ്ചങ്ങൾ അദ്ദേഹത്തിന്റെ എന്താണ് ഒരൊറ്റ ശ്വാസ കാലയളവിൽ അദ്ദേഹത്തിന്റെ എല്ലാ രോമകൂപങ്ങളിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടു, ബബിൾസ് മാതിരി. അങ്ങനെ ആ ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും എന്ത് ചെയ്തു? ഈ പറയുന്ന അദ്ദേഹത്തിന് തന്നെ വേറൊരു എക്സ്പാൻഷനായ ഗർഭോദശകായ വിഷ്ണു പ്രവേശിച്ചു. ഈ ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും ഓരോ വിഷ്ണു
പ്രവേശിച്ചു. ആ വിഷ്ണുവിന്റെ പേര് ഗർഭോദശകായ വിഷ്ണു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നുള്ള വിയർപ്പിൽ നിന്ന് ഒരു സമുദ്രം ഉളവായി. ആ സമുദ്രത്തിന്റെ പേരാണ് ഗർഭസമുദ്രം. ആ ഗർഭസമുദ്രത്തിൽ ഇദ്ദേഹം ശയിച്ചു. ഇദ്ദേഹത്തിന്റെ നാഭി പങ്കജത്തിൽ നിന്ന് ഒരു താമരത്തണ്ട് ഉയർന്നു വന്നു. ആ താമരത്തണ്ട് എന്ത് ചെയ്തു? അതിന്റെ താമര വിടർന്നു. അതിന്റെ അറ്റത്ത് താമര വിടർന്നു. അവിടെയാണ് ആദ്യത്തെ ജീവാത്മാവായ ബ്രഹ്മദേവൻ പൂജാതനായത്. ഈ താമരത്തണ്ടിലാണ് ഈ 14 ലോകങ്ങളും ബന്ധിപ്പിച്ചിട്ടിരിക്കുന്നത്. അതൊക്കെ സവിതാ മാതാജി കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ അത് നേരിട്ട് കണ്ടു. ഗോലോക ചാർട്ടും ഒക്കെ കണ്ടു, മറ്റേ ഗീതാകായനി മാതാജിയുടെ വീട്ടിൽ നിന്ന്. അപ്പൊ ഇങ്ങനെ കണ്ടല്ലേ, ഈ താമരത്തണ്ടിലാണ് 14 ലോകങ്ങൾ അല്ലെ. അതെ. മധ്യലോകം എന്ന് പറയുന്നത് നമ്മുടെ ഭൂർലോകം, അതുപോലെ തന്നെ മറ്റു ലോകങ്ങൾ, ഉപരിലോകങ്ങള്, അധമലോകങ്ങള് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് പൂർലോകം. അതിന് മുകളിലേക്ക് ഭൂവർലോകം, സ്വർലോകം എന്ന് പറഞ്ഞൊരു സത്യലോകമാണ് ഏറ്റവും മുകളിലെത്തുന്നത് അല്ലെ, ബ്രഹ്മദേവന്റെ. അത് കഴിഞ്ഞ് താഴോട്ടുള്ള ലോകങ്ങളിൽ ഏറ്റവും ലാസ്റ്റ് പാതാളം. അപ്പൊ അങ്ങനെ 14 ലോകങ്ങൾ. അങ്ങനെ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? തുടങ്ങിയ സൃഷ്ടിക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഭഗവാൻ കൊടുത്തു. അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ഈ പറഞ്ഞ പ്രജാപതിമാരും മനുക്കളും അങ്ങനെയൊക്കെ ഉള്ളവർ തുടങ്ങി. നാരദമുനി, അതുപോലെ തന്നെ സപ്തർഷികള്, അഷ്ടദിക്പാലകന്മാര്, അഷ്ടവസുക്കളെ, അങ്ങനെ സൃഷ്ടി തുടങ്ങി. രുദ്രനും ബ്രഹ്മദേവനിൽ നിന്നാണ് ഉണ്ടായത്, ഏകാദശ രുദ്രന്മാർ. അങ്ങനെ രുദ്രൻ സംഹാരം, തമോ ഗുണപ്രധാനിയായിട്ട്, രജോ ഗുണമായിട്ട് ബ്രഹ്മദേവൻ, സത്വഗുണപ്രധാനിയായിട്ടുള്ള ആ വിഷ്ണു അവതാരങ്ങളും എല്ലാം എടുത്ത് എല്ലാ ജീവജാലങ്ങളുടെയും പരമാത്മാവായിട്ട് കുടികൊള്ളുന്ന വിഷ്ണു ഈ ഗർഭോദശയായ വിഷ്ണുവിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അദ്ദേഹം ശയിക്കുന്ന സമുദ്രം ക്ഷീരസമുദ്രം. അങ്ങനെ ക്ഷീരസാഗര ശയനായിട്ടുള്ള, പാലാഴി വാസനായിട്ടുള്ള ആ ഭഗവാൻ, ഇതാണ് നമ്മുടെ ഹൃദയത്തിലെ പരമാത്മാവും. അതേപോലെ തന്നെ ഈ അവതാരങ്ങളുടെ എല്ലാം ഉത്ഭവം അദ്ദേഹത്തിൽ നിന്നാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ? സംശയമില്ലല്ലോ? അപ്പൊ ഇനി അടുത്ത പാരഗ്രാഫ്, നമുക്ക് 2 പാരഗ്രാഫ് ഒരുമിച്ച് വായിക്കാം. വായിക്കേണ്ടത് മനസ്സിലായി. പ്രവൃത്തി കഴിഞ്ഞ് ചോദിച്ചാൽ മറന്നു പോകും. ഇപ്പം മനസ്സിലായി. ഓക്കെ. കുറച്ച് കഴിഞ്ഞ് ഓരോ മറന്നു പോകണം. കൃഷ്ണമാരി മാതാജി, നോക്കാം. ഹരേ കൃഷ്ണ. അടുത്ത പാരഗ്രാഫ്. വ്യത്യസ്തമാർന്ന സുവർണ ദശകളിൽ വിഭിന്നങ്ങളായ അവതാരങ്ങളുണ്ട്. അവ അസംഖ്യമാകുന്നു. എന്നിരുന്നാലും മത്സ്യം, കൂർമ്മം, വരാഹം, രാമൻ, നരസിംഹം, വ്യാമനൻ തുടങ്ങിയ അവയിൽ ചില അവതാരങ്ങൾ തങ്ങളെ ലീല അവതാരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. കൂടാതെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ഭൗതിക പ്രകൃതിയുടെ വ്യത്യസ്ത ഗുണങ്ങളുടെ അധിപന്മാരായ ഗുണാവതാരങ്ങളുമുണ്ട്. പരമദിവോത്ത പുരുഷനിൽ നിന്നും അഭിന്നമാണ് വിഷ്ണു ഭഗവാൻ. പരമദിവോത്ത പുരുഷന് ജീവാത്മാക്കൾക്കും മധ്യയുള്ള ആദ്യ പദവിയാണ് ശിവഭഗവാനുള്ളത്. ബ്രഹ്മാവ് സദാ ജീവതത്വമാണ്. ഈശ്വരഭക്തനായ ഉന്നത ജീവാത്മാവിനെ സൃഷ്ടിക്ക് ആവശ്യമായ ശക്തി പ്രദാനം ചെയ്ത് അധികാരപ്പെടുത്തി അദ്ദേഹത്തെ ബ്രഹ്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ബ്രഹ്മദേവന്റെ ശക്തി അമൂല്യങ്ങളായ രത്നങ്ങളിലും വജ്രങ്ങളിലും പ്രതിഫലിക്കുന്ന സൂര്യശക്തിക്ക് സദൃശ്യമാണ്. ബ്രഹ്മദേവന്റെ പദവി ഏറ്റെടുക്കാൻ അത്തരം യാതൊരു ജീവാത്മാക്കളും ഇല്ലാതെ വരുമ്പോൾ ഭഗവാൻ സ്വയം ബ്രഹ്മദേവനായി ആ പദവി ഏറ്റെടുക്കുന്നു. ഹരേ കൃഷ്ണ. വായിക്കണം പ്രഭു കുറച്ചുകൂടെ. അല്ല ഞാൻ ഇത് പറഞ്ഞിട്ട് പോവാം. അതായത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ നിന്നും വിഭിന്നമൊന്നുമല്ല വിഷ്ണു ഭഗവാൻ അല്ലെ. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാറുണ്ട്, നമ്മൾ ഭാഗവതയിലും ഭഗവത്ഗീതയിലും ശ്രീല പ്രഭുപാദര് പറയുന്ന എന്താണ്, പരമദിവ്യോത്ത പുരുഷനായ കൃഷ്ണനും ചില സ്ഥലങ്ങളിൽ വിഷ്ണു എന്നും പറയാറുണ്ട് അല്ലെ. അപ്പം വിഷ്ണുവും പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് ഭിന്നനൊന്നും അല്ല എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അല്ലെ. അപ്പൊ ഇതിന് മധ്യയുള്ള ജീവാത്മാക്കൾക്കും പരമദിവ്യോത്തമ പുരുഷനും മധ്യയുള്ള പദവിയാണ്. മാതാജി ഈ പാരഗ്രാഫ് വായിച്ചാണല്ലോ അല്ലെ. അപ്പം മധ്യയുള്ള പദവിയാണ് ശിവഭഗവാനുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം അതിന് മുൻപത്തെ ആ പാരഗ്രാഫ് ഞാനൊന്ന് സ്കിപ്പായി പോയി. അവിടെ നമ്മളിപ്പോ കണ്ട ഈ അവതാരങ്ങൾ ക്ഷീരോദശകായി വിഷ്ണുവിൽ നിന്നാണ് വരുന്നതെന്ന് കണ്ടു. ആ അവതാരങ്ങള് രാമനായും നരസിംഹമായും എന്നൊക്കെ പറയുന്ന ആ ശ്ലോകം നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഈ പർപ്പട്ട എവിടെ നിന്നാണ് എഴുതിയിരിക്കുന്നത്? ബ്രഹ്മസംഹിതയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആ ശ്ലോകം ഏതാണ്? ആർക്കാ പറയാം? ബ്രഹ്മസംഹിത ആരും വായിക്കുന്നില്ല? രാമാദിമൂർത്തിഷു കലാനിയമേന തിഷ്ഠൻ നാനാവതാരമകരോദ്ഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം
സമവർപ്പിത, ഓർമ്മയില്ലേ? കൃഷ്ണ സ്വയം സമഭവത് പരമപുമാൻ യോ ഗോവിന്ദമാദി പുരുഷൻ തമഹം ഭജാമി. അതിന്റെ നേരെ അർത്ഥമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾ എത്ര തരത്തിലുള്ള അവതാരങ്ങൾ ഉണ്ടല്ലേ, ലീലാവതാരങ്ങളെ, ഗുണാവതാരങ്ങളെ, അങ്ങനെ അങ്ങനെ പലതും കണ്ടു. ഓരോ പ്രത്യേക ലീലയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അവതാരം എടുക്കുന്നു, അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ തുടങ്ങിയ അവതാരങ്ങൾ അതിപ്രബലവും സുവിഖ്യാതങ്ങളുമാകുന്നു. ഈ അവതാരങ്ങളെ ലീലാവതാരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. കൂടാതെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നിവ ഭൗതിക പ്രകൃതിയിലെ വ്യത്യസ്ത ഗുണങ്ങൾക്കനുസരിച്ചിട്ടുള്ള അവതാരങ്ങളായതുകൊണ്ട് അവയെ ഗുണാവതാരങ്ങൾ എന്ന് വിളിക്കുന്നു. അതിൽ വിഷ്ണുവിന് ഏത് ഗുണമാണ്? സത്വഗുണം. അതുപോലെ തന്നെ സത്വഗുണം. ബ്രഹ്മദേവന് ബ്രഹ്മാവിന് രജോ ഗുണം. രജോ ഗുണം, രുദ്രന് തമോ ഗുണം. തമോ ഗുണം. അപ്പൊ അങ്ങനെ ഗുണാവതാരങ്ങൾ കണ്ടു, ലീലാവതാരങ്ങൾ. അപ്പൊ ആ ശ്ലോകത്തിന്റെ രാമാതിമൂർത്തിഷു എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് എന്താന്ന് നോക്കാം. രാമനായും നരസിംഹമായും മറ്റു പല അവതാരമൂർത്തികളിലും അംശാവതാരങ്ങളിലും കുടികൊള്ളുകയും ശ്രീകൃഷ്ണ ഭഗവാനായി സ്വയം ആവിർഭവിക്കുകയും ചെയ്ത ആദി പുരുഷനായ ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു. അപ്പൊ ആദി പുരുഷനായിട്ടുള്ള ഭഗവാൻ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ. അതുപോലെ തന്നെ അദ്ദേഹം രാമനായും നരസിംഹമായും വാമനായും മറ്റു പല അവതാരമൂർത്തികളായും അവതരിക്കുകയും അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് സ്വയം ആവിർഭവിക്കുകയും ചെയ്തു. ഇപ്പൊ കേറാം, ഒരു ഫോൺ വന്നു, ഇപ്പൊ കേറാം, ഇപ്പൊ തിരിച്ച്. അപ്പൊ അങ്ങനെയാണെന്ന് നമ്മൾ കണ്ടത് അതിനെ. അപ്പം ജീവാത്മാക്കൾക്കും പരമാത്മാക്കൾക്കും മധ്യയുള്ള പദവിയാണ് ശിവഭഗവാൻ ഉള്ളതെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ നമ്മൾ ആ ഒരു വ്യത്യാസം കണ്ടു. ഏത് ശ്ലോകത്തിലാണ്? പാലും തൈരും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എന്താണ് മഹാദേവനും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ ഒന്നുണ്ട്. ആ ശ്ലോകവും ഞാനിപ്പോ ബ്രഹ്മസംഹിത ആ ഒരു ശ്ലോകം ഏതാണ്? പാലും തൈരും തമ്മിലുള്ള വ്യത്യാസമാണെന്നുള്ളതുണ്ട്. ക്ഷീരം യഥാ ദീപിക എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം. ക്ഷീരം സഞ്ജായതേ നഹി തദ പൃഥഗസ്തി ഹേതു യസ് ശംഭുതാമഭി തഥാ സമുപൈത്യ കാര്യ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അപ്പൊ അതിൻ്റെ അകത്തെ അർത്ഥം നമുക്ക് നോക്കാം. അമ്ലം കൊണ്ട് പാൽ തൈരായിട്ട് രൂപാന്തരപ്പെടുന്നത് പോലെയും എന്നാൽ രൂപാന്തരപ്പെട്ട തൈര് അതിന് കാരണമായ പാലിനെ പോലെയോ അതിൽ നിന്ന് വ്യത്യസ്തമോ അല്ലാത്തതുപോലെയും ആരുടെ രൂപാന്തരമാണോ സംഹാരമൂർത്തിയായ ശംഭുവിന്റെ അവസ്ഥ, ആ പരമപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. അതായത് നമ്മള് പാലിന്റെ അകത്ത് പുളി ഒഴിച്ചു കഴിഞ്ഞാൽ അത് തൈരായി മാറുന്നു. എന്നാൽ തൈരിന്റെ അകത്ത് എന്തെങ്കിലും ചേർത്താൽ പാലാക്കാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലും ഇല്ല. പാലും തൈരും അതുപോലെ മോരും അതെല്ലാം പാൽ ഉൽപ്പന്നങ്ങളാണെങ്കിലും പാലിന് സമമാകുന്നില്ല. പക്ഷെ പാലില്ലാതെ ഇത് ഉണ്ടാകത്തുമില്ല, അല്ലെ? പാലിൽ അമ്ലം ചേർന്നപ്പോൾ ആ അമ്ലം ആണ് തമോ ഗുണം, അല്ലെ? ആ തമോ ഗുണം ചേർന്നപ്പോൾ അത് രുദ്രനായി മാറി. പക്ഷെ രുദ്രൻ ഒരിക്കലും എന്താണ് ഭഗവാനായി മാറുന്നില്ല. പക്ഷെ ഭഗവാനിൽ നിന്നാണ് വന്നത്. അതുപോലെ തന്നെ ഒറിജിനേഷൻ ഭഗവാനിൽ നിന്നാണ്. പക്ഷെ ഒരിക്കലും ഭഗവാന് തുല്യം ആകുന്നില്ല. ഇതാണ് വ്യത്യാസം. കാര്യം ഭഗവാനിൽ നിന്ന് തന്നെ വന്നു, ഭഗവാന്റെ ഗുണങ്ങളൊക്കെ ഉണ്ട് താനും, പക്ഷെ ഒരിക്കലും ഭഗവാനാകുന്നില്ല, അല്ലെ? ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ എന്താണ് മധ്യയുള്ള പദവിയാണ് ശിവഭഗവാൻ ഉള്ളതെന്നാണ് ഇവിടെ നമ്മൾ കണ്ടത്. അങ്ങനെ ബ്രഹ്മാവ് സദാ ജീവതത്വമാണ്. അപ്പം ഈശ്വരഭക്തനായ ഉന്നത ജീവാത്മാവിനെ സൃഷ്ടിക്കാവശ്യമുള്ള ശക്തി പ്രദാനം ചെയ്ത് അധികാരപ്പെടുത്തി അദ്ദേഹത്തെ ബ്രഹ്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ ബ്രഹ്മാവ് എന്ന് പറയുന്ന ജീവതത്വമാണ്. അതുപോലെ മഹാദേവന് ഇതിനിടയ്ക്കുള്ളതാണെന്ന് പറഞ്ഞു. ഈശ്വര തത്വം എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാനാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ബ്രഹ്മദേവന്റെ ശക്തി അമൂല്യമായ രത്നങ്ങളിലും വജ്രങ്ങളിലും പ്രതിഫലിക്കുന്ന സൂര്യശക്തിക്ക് സദൃശ്യമാണ്, അല്ലെ? അതായത് ഒരു അമൂല്യമായ വജ്രത്തില് സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു സൂര്യൻ നിന്ന് കത്തി ജ്വലിക്കുന്നത് പോലെ തോന്നും, അല്ലെ? വേറൊരു സൂര്യനല്ലേ എന്ന് തോന്നിപ്പോവും നമുക്ക്. ശരിക്കുള്ള സൂര്യൻ
മുകളിൽ നിൽപ്പുണ്ടല്ലേ. ഒരു വജ്രത്തിന്റെ ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശം അടിച്ച് അതിന്റെ ഉള്ളിൽ വേറൊരു സൂര്യൻ നിന്നിട്ട് അവിടെ നിന്ന് ഈ പ്രകാശങ്ങൾ പുറപ്പെടുവിക്കുന്ന പോലെ നിന്നു. പക്ഷെ യഥാർത്ഥ സൂര്യൻ ആരാണ്? വിഷ്ണു തന്നെയാണ് അല്ലെ, ബ്രഹ്മദേവൻ. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനമാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് പറഞ്ഞത്. ഒരു വജ്രത്തിൽ തട്ടി സൂര്യരശ്മി പതിക്കുമ്പോൾ ഒരു ചെറിയ സൂര്യൻ അതിന്റെ ഉള്ളിലുള്ളത് പോലെ തന്നെയാണ്. അതാണ് ബ്രഹ്മദേവനുമായിട്ടുള്ള വ്യത്യാസം, ജീവതത്വം. അപ്പൊ അങ്ങനെ ബ്രഹ്മദേവന്റെ പദവി ഏറ്റെടുക്കാൻ ആളില്ലാത്ത സമയത്ത് ഭഗവാൻ തന്നെ ആ പദവി ഏറ്റെടുക്കും എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോ അതിന് പോസ്റ്റിന് യോഗ്യതയുള്ള ആൾക്കാരില്ലെങ്കിലോ ഭഗവാൻ അത് സ്വയം ആ ഒരു പോസ്റ്റ് നികത്തുന്നതാണ് അല്ലെ. ഭഗവാൻ ഹംസാവതാരം എടുത്തായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ തന്നെ യജ്ഞാവതാരം എടുത്തു. യജ്ഞാവതാരം എടുത്ത സന്ദർഭം എന്താണ്? ഇന്ദ്രന് ഇന്ദ്രന് സമമായിട്ട് ഒരാളെ കിട്ടിയില്ല അടുത്ത ഇന്ദ്രനാകാനായിട്ട്. അങ്ങനെയുള്ള സമയത്തിൽ ഭഗവാൻ യജ്ഞാവതാരം എടുത്തു. യജ്ഞം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വിഷ്ണു എന്നാണ്. അപ്പൊ ഈ യജ്ഞങ്ങളൊക്കെ സ്വീകരിക്കാനായിട്ട് ഇന്ദ്രനാണല്ലോ ആൾക്കാർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഏറ്റെടുക്കാനായിട്ട്, യജ്ഞശിഷ്ടങ്ങളൊന്നും ഏറ്റെടുക്കാനായിട്ട് ആളില്ലായിരുന്ന സമയത്ത് ഭഗവാൻ തന്നെ യജ്ഞാവതാരം എന്ന് പറഞ്ഞ അവതാരം എടുത്തു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ ഹംസാവതാരം എടുത്തു ബ്രഹ്മദേവന് പകരം ആളില്ലായിരുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ഇനി അടുത്തത് നമ്മള് അടുത്ത 2 പാരഗ്രാഫ് വലിയ മാതാജിക്ക് വായിക്കാൻ പറ്റുമോ? ഭാഗവതം ഉണ്ടോ കയ്യില്? വായിക്കാൻ ബുക്കുണ്ട്. വായിച്ചോളൂ. പരമദിവ്യോത്തമ ഹരേ കൃഷ്ണ. പരമദിവ്യോത്തമ അതല്ല പുരുഷനിൽ അതല്ല നിന്നും അതല്ല അതല്ല ആഭിന്നനാണ് വിഷ്ണു ഭഗവാൻ. അതല്ല മാതാജി, അത് അതല്ലേ കഴിഞ്ഞായിരുന്നു. ശിവൻ അടുത്തത്. ഭഗവത് ശിവൻ ഒരു സാധാരണ ദിവസത്തെയല്ല, അതല്ലോ. ആ അതാണോ? ആ, അതെ അതെ അത് തന്നെ. ശിവൻ ഒരു സാധാരണ ദിവസം അല്ലേ? ശിവൻ ഒരു സാധാരണ ദിവസത്തെയല്ല അല്ലേ? അത് തന്നെയാണ് അതല്ലേ? മാതാജി, അത് തന്നെയാണ്. വായിച്ചോളൂ. ഞാൻ ഇത് പലതവണ പറഞ്ഞു. മാതാജി വായിച്ചോളൂ, അതാണ്. ആ ശിവൻ ഒരു സാധാരണ ദിവസത്തെയല്ല, ഭഗവാന്റെ സാരാംശമാണ് അദ്ദേഹം. എന്നാൽ ഭൗതിക പ്രകൃതിയുമായി ശിവന് നേരിട്ട് ബന്ധമുള്ളതാകയാൽ വിഷ്ണു ഭഗവാന് തുല്യമായ അതേ അതീന്ദ്രിയ പദവിയിലല്ല അദ്ദേഹം. പാലും തൈരും തമ്മിലുള്ള അന്തരം പോലെയാണ് അവർ തമ്മിലുള്ള അന്തരം. തൈര് പാലല്ലാതെ വേറെയൊന്നുമല്ല. എന്നാൽ പാലിന്റെ സ്ഥാനത്ത് തൈര് ഉപയോഗിക്കാൻ സാധിക്കില്ലല്ലോ. അടുത്ത അവതാരങ്ങൾ മനുക്കളാകുന്നു. ഒരു ബ്രഹ്മദിനത്തിൽ സൗരവർഷം അനുസരിച്ച് കണക്കാക്കിയാൽ 4,30,000 43 ലക്ഷം × 1000 വർഷങ്ങൾ 14 മനുക്കളുണ്ട്. ആകയാൽ ബ്രഹ്മദേവന്റെ ഒരു മാസത്തിൽ 420 മനുക്കളും ഒരു ബ്രഹ്മവർഷത്തിൽ 5040 മനുക്കളുമുണ്ട്. ബ്രഹ്മദേവന്റെ ആയുസ് 100 വർഷമാകയാൽ 5040 × 100 മനുക്കൾ അഥവാ 5,54 ലക്ഷം മനുക്കൾ ബ്രഹ്മാവിന്റെ ജീവിത കാലയളവിലുണ്ട്. അസംഖ്യം പ്രപഞ്ചങ്ങൾ ഉള്ളതിൽ ഓരോന്നിലും ഒരു ബ്രഹ്മാവുണ്ട്. മാത്രമല്ല അവയെല്ലാം തന്നെ പുരുഷാവതാരത്തിന്റെ ഒരു ശ്വാസോച്ഛ്വാസ വേളയിൽ സൃഷ്ടിക്കപ്പെടുകയും ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ പുരുഷാവതാരത്തിന്റെ ഒരു ശ്വാസോച്ഛ്വാസത്തിന്റെ സമയത്തിൽ എത്ര കോടി മനുക്കൾ ഉണ്ടാകുമെന്ന് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ പ്രമുഖരായ മാതാജി അവിടെ നിർത്തും, നമുക്ക് ഇത് പറഞ്ഞിട്ട് പോവാം. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, ശിവൻ ഒരു സാധാരണ ഒരു ജീവസത്വമായിട്ട് നമ്മൾ ഒരിക്കലും കണക്കാക്കാനായിട്ട് സാധ്യമല്ല. അപ്പൊ ഇത് പാലും തൈരും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ തൈരാകാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമുക്ക് സാധ്യമല്ല. ഇത് പാലിൽ നിന്ന് നേരിട്ട് വന്നാണല്ലോ അല്ലെ. ആ ഒരു അമ്ളം ബാധിക്കും. ഒരു പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അമ്ളം ഒഴിച്ചല്ലേ. നമ്മള് പാല് കുടിച്ചാൽ വയറ്റിലുണ്ടാകുന്ന ചില അസുഖങ്ങള് തൈര് ഉപയോഗിച്ചാൽ മാറും അല്ലെ. പാല് കുടിച്ചിട്ടുണ്ടാകുന്ന അജീർണം അല്ലെങ്കിൽ വയറ്റിൽ കുടലിൽ പുണ്ണുണ്ടാകുന്നത് തൈര് കുടിച്ചാൽ മാറും അല്ലെ. നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പം അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ശിവഭഗവാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു സാധാരണ ഒരു തത്വമാണ്. നമ്മൾ ആരും
വിചാരിച്ചു പോകരുത്. ശിവഭഗവാന്റെ തന്നെ ഒരു വലിയ ടോപ്പിക്കാണ്. അത് സബിതാ മാതാജിക്ക് മനസ്സിലായി കാണും. നിങ്ങൾ ആരും അത് ഞാൻ ആ പോസ്റ്റ് ചെയ്തത് നോക്കാതെ കാരണം ആരും നോക്കുന്നവർക്കൊക്കെ തല പെരുക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും നോക്കിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ശിവതത്വം ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന വാക്കുകളിലൊന്നും ഒതുങ്ങുന്നതല്ല. അതിന് മാത്രം വലിപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. ഏതെങ്കിലും നല്ല പ്രഭുക്കന്മാരുടെ ക്ലാസ് ഒക്കെ വരുമ്പോൾ നമുക്കത് കേട്ട് മനസ്സിലാക്കാം. നിങ്ങൾ തൽക്കാലം അത് വായിച്ച് മനസ്സിലാക്കുക. മനോഹർ ഗൗരദാസ് പ്രഭു അയച്ചതാണ്. അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ആരും നോക്കുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായവും ഇല്ലാത്തത്. അപ്പൊ അതുകൊണ്ട് പാലിന്റെ സ്ഥാനത്ത് തൈര് ഉപയോഗിക്കാനായിട്ട് സാധ്യമല്ലല്ലോ. മനസ്സിലായില്ലേ? പാലിന്റെ സ്ഥാനത്ത് ഒരിക്കലും തൈര് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതായത് പരമദിവ്യോത്തമ പുരുഷൻ എന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിലൊരു വ്യത്യാസവും ഇല്ല, അതിലൊരു വ്യതിചലനമില്ല അല്ലെ? അദ്ദേഹത്തിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച ആള് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി രൂപാന്തരം പ്രാപിച്ചു. ശിവൻ. പക്ഷെ അത് ഒരിക്കലും ഭഗവാന് തുല്യമാകുന്നില്ല. ഭഗവാൻ തന്നെയാണ്. ഓക്കെ. വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ 1 ലിറ്റർ പാലിലേക്ക് നമ്മൾ അമ്ല ഒഴിച്ചു കഴിഞ്ഞാൽ ആ 1 ലിറ്റർ പാല് മുഴുവൻ തൈരായിട്ട് മാറുന്നു. പക്ഷെ ഭഗവാനെ എത്ര അമ്ല ഉപയോഗിച്ചു കഴിഞ്ഞാലും ഭഗവാന്റെ എന്താ പറയുക, ഒരു ചെറിയ ഭാഗം ഒരു മാത്രമേ വ്യത്യാസം. ഉള്ളൂ ഇതായിട്ട് മാറുള്ളൂ അല്ലെ? ഭഗവാനായിട്ട് തന്നെ അവശേഷിക്കുന്നു. അതാണല്ലോ നമ്മൾ എങ്ങനെ ഏത് ശ്ലോകത്തിൽ കൂടെ മനസ്സിലാക്കിയത്? ആർക്കാ പറയാൻ പറ്റുന്ന ആ ശ്ലോകം? ഉപനിഷത്തിൽ നിന്നുള്ളതാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്തായിരുന്നു? ഓം പൂർണ്ണമദ പൂർണ്ണമിദം. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം കുറച്ചാൽ പൂർണ്ണം തന്നെ അവശേഷിക്കും. വ്യക്തമല്ലേ? പൂർണ്ണത്തിൽ നിന്ന്, അതാണ് ഭഗവാനിൽ നിന്ന് എത്ര അവതാരങ്ങൾ വന്നു അല്ലെ? നാനാവതാരമകരോ ഭുവനേശ്വരി. പ്രഭു ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് അതിനകത്തുനിന്ന് എത്ര തിരി എടുത്താലും അതിന് കുറവ് വരത്തില്ല. ഇത് തന്നെ, അത് നമ്മുടെ ഈ ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് അല്ലെ? അല്ല, ഒരു തിരിയിൽ നിന്ന് എത്ര തിരി കൊളുത്തി ഇത് വിളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ തിരി അതേപോലെ നിന്ന് കത്തുന്നു. ഒരു ചില വ്യത്യാസം ഉണ്ടാവില്ല. ചില സാഹിത്യകാരന്മാരും ചില ഈ മായാവാദം പോലെയുള്ള ആൾക്കാർ പറഞ്ഞു വരുന്നത് ഭഗവാനിൽ നിന്ന് അസംഖ്യ അവതാരങ്ങൾ, എക്സ്പാൻഷനും സൃഷ്ടിയൊക്കെ നടന്നുകൊണ്ട് ഭഗവാന്റെ കഴിവൊക്കെ പോയി ഭഗവാന് ക്ഷയിച്ചു പോകുന്നു, ഭഗവാന് ശക്തിയില്ല. അപ്പൊ അങ്ങനെ ശക്തിയില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള താക്കീതും കൂടെ കൂടിയാണ് ഇതല്ലേ? ഒരിക്കലും പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പോയാൽ പൂർണ്ണം തന്നെ അവശേഷിക്കും. അതാണ് ഭഗവാനും നമ്മളുമായിട്ടുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? അപ്പം പൂർണ്ണമായിട്ട് തന്നെ അവശേഷിക്കുന്നു. ഒരു തിരിയിൽ നിന്ന് അനേകായിരം തിരി കൊളുത്തി കഴിഞ്ഞാൽ ആദ്യത്തെ തിരി അതേപോലെ നിന്ന് കത്തുന്നു. ഇതാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പൊ ഇനി അടുത്തത് മനുക്കളെ പറ്റി പറയും. ഒരു ബ്രഹ്മദിനത്തിൽ 14 മനുക്കളുണ്ട് ഒരു ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തില്. അപ്പൊ ആ ബ്രഹ്മദിനം എന്നാൽ 43 ലക്ഷം ഇൻറ്റു 1000 സൂര്യവർഷങ്ങളായി കണക്കാക്കപ്പെടുന്നു. അപ്പൊ 1000 സൂര്യവർഷമാണ് ഒരു ബ്രഹ്മദിനം. അത് 403 കോടി വർഷങ്ങളാണ് ഇത് പറയപ്പെടുന്നത് ഒരു ബ്രഹ്മദിനം. ആകൽ ബ്രഹ്മദേവന്റെ ഒരു മാസത്തിൽ, അതായത് 30 ദിവസത്തിൽ 420 മനുക്കളും ഒരു ബ്രഹ്മവർഷം. അത് നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെ അല്ലെ, കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാവർക്കും കാൽക്കുലേറ്റർ ഇല്ലേ? അപ്പം ഇത് കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. അപ്പൊ നമുക്കിത് കിട്ടും. ഒരു ബ്രഹ്മവർഷത്തിൽ 5040 മനുക്കൾ ഉണ്ടാകുന്നു. അപ്പൊ ബ്രഹ്മദേവന്റെ ഒറ്റ വർഷം, അതായത് 12 മാസം അല്ലെ? 12 മാസം കൂടുമ്പോൾ അവിടെ എത്ര മനുക്കൾ ഉണ്ടാകുന്നു? 5040 മനുക്കൾ ഉണ്ടാകുന്നു. അങ്ങനെ ബ്രഹ്മദേവന്റെ ആയുസ് 100 ആണ് അല്ലെ? അപ്പൊ ഒരു വർഷത്തെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 5040 ഇൻറ്റു 100 മനുക്കൾ, അല്ലെങ്കിൽ 5,04,000 മനുക്കൾ ഒരു ബ്രഹ്മദേവന്റെ കാലയളവിൽ ഉണ്ടാകും. ഇത്രയും മനുക്കൾ തന്നെ ഉണ്ടാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇതൊന്നും ആലോചിക്കാൻ ഉൾക്കൊള്ളാനും പറ്റുന്ന കാര്യമില്ല. ബ്രഹ്മദേവന്റെ 100 വയസ്സിനുള്ളില് 5,04,000. നമ്മളിപ്പോ എത്ര
എത്ര 4000. എത്രാമത്തെ മനുവാണ് നമ്മളിപ്പോ ഇവിടെ ഉള്ളത്? 14 14 പതി 14 വൈവസ്വത വൈവസ്വത മനു പതിനാ വൈവസ്വത മനു അല്ലേ? 14-ാമത്തെ മനു. 14-ാമത്തെ മനു. ഉം. 14-ാമത്തെ മനു അല്ല മാതാജി, 7-ാമത്തെ മനു ഇല്ലേ 14-ഇല്ലേ? വൈവസ്വത? 7-ാമത്തേത്. ആ ആ ആ അപ്പൊ ആ അങ്ങനെ 14 എന്തോ ഇപ്പൊ അദ്ദേഹത്തിന് ഏകദേശം എത്ര വയസ്സായി? ഇപ്പൊ ബ്രഹ്മദേവന് 51 വയസ്സോളം കഴിഞ്ഞു. ഇപ്പോഴത്തെ ബ്രഹ്മദേവന്, വൈരാജൻ എന്ന് പറഞ്ഞ ബ്രഹ്മദേവൻ. നീ കിടക്കുക 100 വയസ്സല്ലേ, പകുതിയോളം കിടക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മളൊക്കെ എത്ര ജന്മം കഴിഞ്ഞിട്ട് അതിനുള്ളിൽ അല്ലേ? എനിക്ക് ആലോചിക്കാൻ കണ്ടോ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോ ജസ്റ്റ് ആരുടെ രീതിയിൽ ചിന്തിക്കണം? ഇത് കേൾക്കുമ്പോൾ നമ്മളൊരു ഈയാമ്പാറ്റയെ പോലെ നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ അല്ലേ? ഒരു ഒരു ഈയാമ്പാറ്റ ഒരു മനുഷ്യന്റെ ജീവിത കാലയളവിനെ പറ്റി ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് ബ്രഹ്മദേവന്റെ ജീവിത കാലയളവൊക്കെ നമ്മൾ ചിന്തിക്കാനും ആലോചിക്കാനും തുനിഞ്ഞു കഴിഞ്ഞാൽ അത്രയും മാത്രം ഉദ്ദേശിച്ചാൽ മതി. അപ്പൊ അതല്ല പ്രഭു, ഈ മരിക്കുന്നവരാര് എങ്ങോട്ട് പോയെന്നോ ഇന്ന് വരെ ഒരു മനുഷ്യൻ തിരിച്ചു വന്ന് ഒരു വിവരം പറഞ്ഞിട്ടില്ല. അവരെങ്ങോട്ട് പോയി, അല്ലെ അവരെന്ത് ചെയ്യും, അല്ലെ അവരുടെ ആത്മാവ് എങ്ങോട്ട്, ഒന്നും അറിയത്തില്ല. നമ്മൾ പിന്നെ ഇതെല്ലാം പഠിക്കുന്നോണ്ട് ഇങ്ങനെയാണെന്നുള്ള അവരെ കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. മാതാജി, ഒരു നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓർമ്മ. ആത്മാവിനെ പറ്റി പോലും സയന്റിസ്റ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആത്മാവ് ഉണ്ടെന്നുള്ള കാര്യം അവർ വിശ്വസിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടുമില്ല. കാര്യം ആത്മാവിനെ ഒരു ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടോ അതുപോലെ തന്നെ ഒന്നും അവർക്ക് കണ്ടുപിടിക്കാൻ, തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ചികിത്സകളുണ്ട്, എല്ലാ ടെസ്റ്റ്, ഹൃദയം എടുത്ത് മാറ്റി വെക്കുന്നു, അത് മാറ്റി വെക്കുന്നു, തലച്ചോറ് എടുത്ത് മാറ്റി വെക്കുന്നു, ഒരു മനുഷ്യനെ എല്ലാം എന്താണ് ഈ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ അതാണ് പ്രഭു ഉണ്ടാക്കുന്നു. നമ്മള് ഓരോരുത്തരോട് പറഞ്ഞു കൊടുക്കുമ്പോഴേ ഈ പുനർജന്മത്തെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ആരാപ്പ അവിടെ പോയി വന്നിട്ട് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞെന്ന് ഇത് നിങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. കേട്ടാർന്നല്ലേ ഉള്ളൂ. അതാണ് പറയുന്നത്, ചിലപ്പോ ശരിയാടാന്ന് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റുമല്ലോ. ഈ പുനർജന്മത്തെ പറ്റി മനസ്സിലാക്കാനായിട്ട് ആദ്യമായിട്ട് ആത്മാവ് ഉണ്ടെന്നുള്ള കാര്യം വിശ്വസിക്കണ്ടേ? ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമേ അല്ലേ ഉള്ളൂ ശരീരം നശിക്കുന്നു, ആത്മാവ് ജീവിച്ചിരിക്കുന്നു, ആത്മാവിന് മരണമില്ല എന്ന് മനസ്സിലാകുള്ളൂ. ആ ആത്മാവിന് മരണമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ആത്മാവ് ആ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ടല്ലേ അത് പ്രേതാത്മാവായിട്ട് വരുന്നതും അത് പിന്നീട് ഒരു ശരീരം സ്വീകരിക്കുന്നു. വാസാംസി ജീർണാനി യഥാ വിഹാരാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശ്ലോകമില്ലേ രണ്ടാമത്തെ അധ്യായത്തിലെ, അതായത് ഒരു ദേഹി, ഭഗവത്ഗീതയാണ് ഉണ്ട് ഇതിന്റെ ഉണ്ട്. ഓതറൈസ്ഡ് ആയിട്ടുള്ള റെഫറൻസ്. അതായത് നമ്മൾ ഒരു ഉടുപ്പ്, പഴയ ഉടുപ്പ് മാറി പുതിയ ഉടുപ്പ് ഇടുന്ന പോലെ ഒരു ദേഹി മറ്റൊരു ശരീരം സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ അവസ്ഥ ഇങ്ങനെ തുടരുന്നു ആത്മാവിനെ. അപ്പൊ അപ്പം വേറൊരു ദേഹം സ്വീകരിക്കുന്നൊന്നും ഭഗവത്ഗീത നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അല്ലേ? അതാണ് അതിന് തെളിവ് മാതാജി. അതെ ഇത് എങ്ങനെ എങ്ങനെ ടെസ്റ്റ് ചെയ്തോ ലാബിൽ വെച്ചിട്ടോ നമ്മൾ അവിടെ പോയി വന്നിട്ട് ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാനോ സാധ്യമല്ല. പിന്നെ നമ്മൾ ചില സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഓരോരുത്തരും കഴിഞ്ഞ ജന്മത്തെ പറ്റി ഒരു 10 ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ പൂർവ്വജന്മ സ്മൃതിയൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ അവര് കഴിഞ്ഞ ജന്മത്തിൽ താമസിച്ചിരുന്ന ഉണ്ട് ഉണ്ട്. വീട് പോയി കണ്ടുപിടിക്കുന്നു, അവരുടെ അതെ കൂടപ്പിറപ്പുകളെയൊക്കെ തിരിച്ചറിയുന്നു. അങ്ങനെ ഒരു 10 ആ, ലക്ഷത്തിലോ അല്ലെങ്കിൽ ആ, 1 ആ, കോടിയിലോ ആ. ഒരാൾക്കൊക്കെ ഞാൻ- ഇങ്ങനത്തെ ഒരു കഴിവ് എന്നാണ് കൊടുക്കും. മോനെ മോളെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഉദാഹരണം പറഞ്ഞു. മഹാത്മാഗാന്ധി നമ്മളെ മഹാത്മാഗാന്ധിയോട് തന്നെ പറഞ്ഞിട്ട് മഹാത്മാഗാന്ധി ആൾക്കാരൊക്കെ കൂടി ആ കുട്ടീന്റെ വീട്ടിൽ പോയി എല്ലാം കണ്ട് ശരിയാന്ന് തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ എന്നിട്ട്. കഥയല്ല, ശരിക്കും സംഭവിച്ചതന്നെ. അങ്ങനെ വിശ്വസിക്കണം നമ്മൾ. പിന്നെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക. ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, അതൊക്കെ വിശ്വസിക്കുക. അതെ ഗരുഡപുരാണം ആരെഴുതിയാണ്? വേദവ്യാസൻ തന്നെ എഴുതിയാണ്. പുരാണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ മരണാനന്തര ആ ഒരു ജീവിതത്തെ പറ്റി. ഗരുഡപുരാണം വായിക്കുക, കൃത്യമായിട്ട് അറിയാം. അത് മരണസമയത്ത് ചെയ്യേണ്ട കാര്യം സഞ്ചയനം, അടിയന്തരം, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ദേഹി പോയി കഴിഞ്ഞ് നമുക്ക് പിണ്ടദാനം കൊടുക്കുന്നതിനുള്ള നേട്ടം, അത് കഴിഞ്ഞ് പോയി 28 നരകങ്ങളിൽ പോയിട്ട് യാതനകൾ അനുഭവിച്ച് ശിക്ഷ എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ് പിതൃലോകത്തേക്ക് തള്ളപ്പെടും. പിന്നെ അവിടെ നിന്ന് ഒരു ശരീരം കിട്ടാൻ നോക്കിയിരിക്കുക. അവിടെ ഇരിക്കുന്ന ഈ പിതൃക്കന്മാരൊക്കെ എന്താണ് ശരീരം കിട്ടാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ആ പിതൃക്കന്മാരൊക്കെ നമ്മളെ ശപിച്ച് ഇതാക്കും. കാര്യം അവർക്ക് അവിടെ നിന്നിട്ട് നമ്മളെ ഒരു മുറിയിൽ അടച്ചിട്ട് എത്ര നേരം നമുക്ക് ഇരിക്കാൻ പറ്റും? ഒരു ആക്ടിവിറ്റി ഇല്ല അല്ലേ? പക്ഷെ നമുക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ?
നമ്മളെ ഒരു മുറിയിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുക. എത്ര നാള് നമുക്ക് ഇരിക്കാൻ പറ്റും അവിടെ? എന്ന് പറഞ്ഞ പോലെ പിതൃലോകത്ത് അവരിരുന്ന് കഷ്ടപ്പെടുകയാണ്. നമ്മള് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന, വർഷാവർഷം കൊടുക്കുന്ന ഈ പിണ്ടദാനങ്ങൾ മാത്രമാണ് അവരുടെ ഭക്ഷണം. അപ്പൊ നമ്മൾ എല്ലാ വർഷവും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ദിവസവും അവർക്ക് ഭക്ഷിക്കാം. മനസ്സിലായോ അതെന്താന്ന്? നമ്മുടെ അവരുടെ ഒരു വർഷം അല്ല, അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വർഷമാണ്. പിതൃക്കളുടെ ഒരു വർഷം എന്ന് പറഞ്ഞ് നമ്മളുടെ അല്ല, പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞ് നമ്മളുടെ ഒരു വർഷം. അപ്പൊ നമ്മൾ എല്ലാ വർഷവും നമ്മള് ഈ അവർക്ക് പിണ്ടദാനം കൊടുത്ത് ശ്രാദ്ധം ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് എല്ലാ ദിവസവും കിട്ടുവാണ്. മനസ്സിലായോ? അപ്പൊ അത് കൊടുത്തില്ലേലോ അവര് പട്ടിണി മനസ്സിലായി. കിടക്കും. അവര് പട്ടിണി കിടക്കും. പട്ടിണിയോ? അല്ലെ? നമ്മളെ ഈ ആണ്ടുബലിയൊക്കെ ഇടുകയല്ലേ? അത് ഇപ്പൊ കൊടുത്തില്ലേ പക്ഷെ ഇപ്പൊ പലരും പറയുന്നു പറയുന്നു 12 വർഷം മാത്രം ബലിയിട്ടാൽ മതിയെന്ന്. അത് കഴിയുമ്പോൾ അവര് പിതൃവാകും, പിന്നെ നമ്മൾ കൊടുക്കണ്ട, നമ്മൾ അവരെ പിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ട എന്ന് പറയും അതുമല്ല, അതിലേക്ക് ചിലരൊക്കെ. അവര് വേറെ അത് ഏതെങ്കിലും തന്നെ പറയുന്നത്, ശരീരത്തിൽ 12 വർഷം ബലിയിട്ടാൽ ആ മതിയെന്ന്. ഈവൻ നമ്മൾ കൊടുത്തു നമ്മള് കഴിഞ്ഞാലും നമുക്ക് കൊടുക്കണ്ട കുഴപ്പമില്ല. കാര്യം അവര് വേറൊരാളുടെ ശരീരത്തിൽ കയറിയെന്ന് വിചാരിച്ചു. വേറൊരു ശരീരത്തിൽ കയറാന്ന് പറഞ്ഞാൽ വേറൊരു ജന്മം അവർക്ക് കിട്ടിയെങ്കിൽ തന്നെ ആ ഒരു ശരീരത്തിൽ ഇരുന്ന് അവർക്ക് അവിടെ നിന്ന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. വേറൊരു ശരീരത്തിൽ കയറിക്കോട്ടെ, നമ്മള് അവിടെ ഇരുന്നും അദ്ദേഹത്തിന് അതെ ആ ഒരു ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ പിതൃവല്ലേ. ഇപ്പൊ എന്റെ ശരീരത്തിലാണ് ആ ഒരു ആത്മാവ് കയറിയതെങ്കിലും അതെ അതെ എന്റെ ശരീരത്തിലിരുന്ന് എനിക്ക് എന്താ പറയുക, അടുത്ത ഒരു ജന്മത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ആ ദൂരം കുറച്ചു തരാനായിട്ട് സഹായിക്കും. മനസ്സിലായില്ലേ ഈ പിണ്ടദാനം? അത് ശരി. അപ്പൊ അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി. ചെയ്യാൻ നമ്മൾ സായൂജ്യമൊക്കെ നടത്തി വിടുക എന്നൊക്കെ പറഞ്ഞ് പല പൂജകളും പൂജാരിമാരൊക്കെ വന്ന് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എത്ര കണ്ട് ഫലവത്താകും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. സായൂജ്യ പൂജ നടത്തി മോക്ഷം കൊടുത്തു, ഇനി നമ്മള് ഈ പിതൃക്കന്മാരെ തിരിഞ്ഞു നോക്കണ്ട, എല്ലാവരും തിരിച്ചു വരുമെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വരും അല്ലേ പിതൃക്കന്മാരെ. കാര്യം കാര്യം പ്രഭു പിതൃക്കന്മാർക്ക് പ്രഭു നിരക്കാത്ത ജോലികള്. ഒരു ഒരു ആ ആ ഒരാള് 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 എന്നോട് പറഞ്ഞു, ഈ പിതൃപൂജ ചെയ്ത് സായുജ്യ പൂജയും അങ്ങ് പിന്നെ ഇവിടുന്നൊക്കെ പറഞ്ഞ് കുറെ തിരുമേനിയൊക്കെ വിളിച്ച് അന്നേരം എല്ലാം ചെയ്തിട്ട് ദോ പോണു, ദാണ്ട പോണു, നോക്കിക്കോളൂ, ദാണ്ട പോണു തൊള്ളു എന്നെല്ലാം പറഞ്ഞു. അന്നല്ല, കുറെ നാൾ മുമ്പ് 10,000 മേടിച്ചു കാശിയില് സായുജ്യ പൂജ പോയിട്ട് എന്ന് പറഞ്ഞ് കുറെ വിഷ്ണു പൂവൊക്കെ കൊണ്ട്. കാശിയിൽ പോയിട്ട് വിഷ്ണു പാചകത്തിന് അല്ല, ബലിയിടാൻ ഞാൻ പറയും. പറയാ 21 ഗോതമ്പിന്റെ ഉണ്ട ബലിയിട്ട് നമ്മള് അന്നദാനോ അല്ലെങ്കിൽ വസ്ത്രദാനോ ഗോദാനോ ഒക്കെ ചെയ്തിട്ട് പിന്നെ അന്നേരം ആ പൂജാരി വന്നിട്ട് ഇതാ ചോദിക്കും പിതൃക്കളോട്, ഇവര് ചെയ്തത് സംതൃപ്തായോ, നിങ്ങൾക്ക് തൃപ്തിയായോ, അല്ലെങ്കിൽ തൃപ്തികേടുണ്ടോന്ന്. അപ്പൊ അത് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ പറഞ്ഞ ഇങ്ങളെ ദാനങ്ങളും നിങ്ങൾ ചെയ്ത പീഠക്രിയൊക്കെ അവർക്ക് തൃപ്തിയായിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല, വിഷമിക്കാതെ പോയിക്കോളാം, ഇനി നിങ്ങൾ വെലിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ശരിയായിക്കോന്നാ. ഗംഗയില് ഒഴുക്കുന്നതും ചിതാഭസ്മം ഒഴുക്കുന്നതും കാശിയിൽ വെച്ചിട്ട് മരണം സംഭവിക്കുന്ന ഒക്കെ തന്നെ നമ്മളുടെ ഈ പറയുന്ന ആ ആത്മാവ് ആരാണ് വിട്ടുപോയത് അവർക്ക് പെട്ടെന്ന് തന്നെ ഐതർ ഈ ഭൂമിയിൽ നിന്ന് വിട്ടല്ല ഉപരിലോകത്തിലെങ്കിലും പോകാനായിട്ടുള്ള മോക്ഷം കിട്ടിയില്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഇതിനേക്കാളും ഒരു ഹയർ പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ സായൂജ്യ പൂജയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർഷാവർഷം അവരെ ഓർക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റില്ല. സായൂജ്യ പൂജ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ശരീരം ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള ഉറപ്പാണ് അല്ലെ. സായുജ്യ പൂജയൊക്കെ കൊടുത്തു അവർക്ക് മോക്ഷം കൊടുത്തു എന്നാണ് പറഞ്ഞത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാറ്റം. ഈ ഇരിക്കുന്ന ഈ വെമ്പല് കൊള്ളുവാണല്ലേ, ഈ ഇരിക്കുന്ന അവസ്ഥയിൽ ഭയങ്കര വിശപ്പാ. ശരീരം ഒന്നുമില്ലെങ്കിലും വിശപ്പാണ്. ശരീരം വേണമെന്നുണ്ടോ വിശപ്പിന്? നമ്മുടെ ശരീരത്തിൽ ഈ ആത്മാവില്ല, നമുക്ക് വിശപ്പുണ്ടാവുമോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഈ ആത്മാവ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, നമുക്ക് വിശപ്പുണ്ടോ, വേദനയുണ്ടോ? ഈ ആത്മാവ് ഇങ്ങ് പോയി കഴിഞ്ഞ് വെട്ടി ഇല്ല കീറി ഇല്ല കോടാലിയും കൊണ്ട് എന്റെ ശവശരീരത്തെ നിങ്ങൾ ആരെങ്കിലും വന്ന് കോടാലി കൊണ്ട് വെട്ടി കീറിയാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. കാര്യം എന്താണ്? ജീവനുള്ള സാധനം പോയി. എന്നെ സംഭവിക്കും. ജീവനുള്ള സാധനം ഉള്ളപ്പോഴേ പോയി. വേദനയുള്ളൂ, വേദനയുള്ളൂ, ചേതനയുള്ളൂ. ജീവൻ ഇല്ലാത്ത സാധനത്തിന് എത്ര ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പൊ വിശപ്പുള്ളത് എന്താണ്? ഈ ജീവനുള്ള സാധനം ഉള്ളത് കൊണ്ടാണ് വിശപ്പുള്ളത്. അല്ലെങ്കിൽ
വിശപ്പില്ല. അപ്പൊ അവിടെ ഇരിക്കുന്ന സാധനം നമ്മളെ വിശപ്പ്. ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ട് പിതൃലോകത്തിരിക്കുന്ന പിതൃക്കന്മാർക്കൊക്കെ നന്നായിട്ട് വിശപ്പും ദാഹവും എല്ലാം ഉണ്ട് അവർക്ക് അല്ലേ. അപ്പൊ അവര് എങ്ങനെയാണ് നമ്മള് മക്കൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് എന്താണ് വിശപ്പടങ്ങുന്നതും അതുപോലെ തന്നെ മറ്റൊരു ശരീരം കിട്ടുന്നതും ഒക്കെ തന്നെ. അപ്പൊ പിതൃശാപം പിതൃശാപം എന്ന് എവിടെ ഏത് ജ്യോത്സ്യം നോക്കിയാലും പറയുന്നതിന്റെ കാര്യം ഇതാണ്. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ഇനി അടുത്ത പാരഗ്രാഫിൽ അതായത് ഒന്ന് മ്യൂട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ആ, അങ്ങനെ അസംഖ്യം പ്രപഞ്ചങ്ങളിൽ അസംഖ്യം ബ്രഹ്മദേവന്മാരുണ്ട്. മാത്രവുമല്ല അവയെല്ലാം തന്നെ പുരുഷാവതാരത്തിന്റെ ഉച്ഛ്വാസ നിശ്വാസ വേളയിൽ സൃഷ്ടിക്കപ്പെടുകയും ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു പുരുഷാവതാരത്തിന്റെ കരുണദശ വിഷ്ണുവിന്റെ ഉച്ഛ്വാസ നിശ്വാസ സമയത്താണ് ഈ പറയുന്ന ബ്രഹ്മദേവന്മാരുടെല്ലാം സൃഷ്ടിയും സംഹാരവും ഒക്കെ നടക്കുന്നത്. അങ്ങനെ ദശലക്ഷക്കണക്കിന് മനുക്കളാണ് പുരുഷാവതാരത്തിന്റെ നിശ്വാസ വേളയിൽ ഉത്ഭവിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ബ്രഹ്മദേവന്റെ തന്നെ മനുക്കൾ എത്രയുണ്ടെന്ന് പറഞ്ഞു? 5,04,000 മനുക്കളുണ്ടല്ലേ. അപ്പൊ ഇത്രയും ബ്രഹ്മാണ്ടങ്ങളിലുള്ള അത്രയും ബ്രഹ്മദേവന്മാരിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുക്കൾ എത്രയായിരിക്കും? അപ്പൊ ഒരു പുരുഷ അവതാരത്തിന്റെ ഉച്ഛ്വാസ നിശ്വാസ കാലയളവിൽ ഉണ്ടാകുന്ന മനുക്കൾക്ക് കൈയും കണക്കുമില്ല. ഞാൻ അമ്പിയ മാതാജി ഒന്ന് മ്യൂട്ട് ചെയ്താൽ കൊള്ളാമായിരുന്നു. ഞാൻ മ്യൂട്ട് ചെയ്താൽ മാതാജി തിരിച്ചു അത് ഓണാക്കും. ഓക്കെ. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ അടുത്തത് പാരഗ്രാഫ് ആരാണ് വായിക്കുന്നത്? കൃഷ്ണകുമാരി മാതാജി. മാതാജി ഇല്ല. ഹരേ കൃഷ്ണ. ഈ പ്രപഞ്ചത്തിൽ സുവിഖ്യാതമായ മനുക്കൾ താഴെ പ്രതിപാദിക്കുന്നവയാണ്. യജ്ഞൻ സ്വയംഭൂ മനുവെന്നും വിഭു സ്വരോച്ഛിഷ്ട മനുവെന്നും സത്യസേനൻ ഉത്തമ മനുവെന്നും ഹരി താമസ മനുവെന്നും വൈകുണ്ഠൻ രൈവത മനുവെന്നും അജിതൻ ചക്ഷുഷ മനുവെന്നും വാമനൻ വൈവസ്വത മനുവെന്നും അല്ലെ വർത്തമാന യുഗത്തിലെ വൈവസ്വത മനുവിന്റെ കീഴിലാണ് വർത്തമാന യുഗം. സാർവഭൗമൻ സാവർണി മനു എന്നും ഋഷഭൻ ദക്ഷസാവർണി മനുവെന്നും വിഷക്സേനൻ ബ്രഹ്മസാവർണി മനുവെന്നും ധർമ്മസേതു ധർമ്മസാവർണി മനുവെന്നും സുധാമൻ രുദ്രസാവർണി മനുവെന്നും യോഗേശ്വരൻ ദേവസാവർണി മനുവെന്നും ബൃഹദ്ഭാനു ഇന്ദ്രസാവർണി മനുവെന്നും അറിയപ്പെടുന്നു. മുകളിൽ പ്രസ്താവിച്ചതുപോലെ 43 എത്ര പ്രഭു കോടിയാണ്? 4,00,000. ഇത് 420 കോടിയാണെന്ന് തോന്നുന്നത്. കോടി സൂര്യവർഷങ്ങൾ ലഭിച്ച 14 മനുക്കളിൽ ഒരു സംഘം മനുക്കളുടെ നാമങ്ങളാണിവ. മനുക്കളെ കൂടാതെ യുഗ അവതാരങ്ങളുമുണ്ട്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയാണ് 4 യുഗങ്ങൾ. ഓരോ യുഗത്തിലെ അവതാര വർണ്ണങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഗൗരവർണ്ണ, അരുണവർണ്ണം, കാർവർണ്ണം, പീതവർണ്ണം എന്നിവ യുഗ അവതാരങ്ങളുടെ യഥാക്രമ വർണ്ണങ്ങളാകുന്നു. ദ്വാപരയുഗത്തിൽ കൃഷ്ണ ഭഗവാൻ കാർവർണ്ണനായും കലിയുഗത്തിൽ പീതവർണ്ണനായ ചൈതന്യമായും അവതരിച്ചു. ആകയാൽ അഖില ഭഗവത് അവതാരം വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ആകയാൽ കപടനാട്യക്കാരന് ഭഗവത് അവതാരമായി വേഷം കെട്ടാൻ യാതൊരു പഴുതുമില്ല. അവതാരങ്ങളെ കുറിച്ച് ശാസ്ത്രങ്ങൾ നിശ്ചയമായും പ്രതിപാദിച്ചിട്ടുണ്ടാവും. ഒരു അവതാരം ഭഗവത് അവതാരമാണ് താനെന്ന് ഉദ്ഘോഷിക്കുകയില്ല. എന്നാൽ സന്യാസി ശ്രേഷ്ഠന്മാർ ധർമ്മശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ലക്ഷണങ്ങൾ സുസൂക്ഷ്മം പരിശോധിച്ച് അനുമാനത്തിലെത്തുന്നു. അവതാര ലക്ഷണവും സവിശേഷമായ ദൗത്യവും ധർമ്മശാസ്ത്രങ്ങളിൽ വിശദമാക്കിയിരിക്കുന്നു. പ്രത്യക്ഷ അവതാരങ്ങളെ കൂടാതെ ഭഗവാൻ അസംഖ്യ അധികാരപ്പെടുത്തപ്പെട്ട അവതാരങ്ങളുമുണ്ട്. അത്തരം അവതാരങ്ങൾ പ്രത്യക്ഷമായ പരോക്ഷമായ അധികാരപ്പെട്ടിരിക്കുന്നു. എന്നാൽ പരോക്ഷമായി അധികാരപ്പെടുത്തപ്പെടുമ്പോൾ അവയെ വിഭൂതികൾ എന്നും വിശേഷിപ്പിക്കുന്നു. കുമാരന്മാർ, നാരദൻ, പൃഥു, ശേഷൻ, അനന്തൻ തുടങ്ങിയവരൊക്കെ പ്രത്യക്ഷ അവതാരങ്ങളാകുന്നു. വിഭൂതിയെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീതയിലെ വിഭൂതി യോഗ അധ്യായത്തിൽ അവ സുവക്തമായി വിശദമാക്കിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഈ ആദ്യത്തെ പാരഗ്രാഫിൽ കണ്ടത് നമ്മൾ മനുക്കളുടെ പേരുകളൊക്കെയാണ് അല്ലെ. ഒരു ഏകദേശം 10-12 മനുക്കളുടെ 14 മനുക്കളുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലെ നടുക്കത്തെ 7ാമത്തെ മനു അല്ലേ വൈവസ്വത മനു. വർത്തമാന യുഗം വൈവസ്വത മനുവിന്റെ കീഴിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മനുവിന്റെ പേരൊക്കെ പഠിക്കുക. എണ്ണി നോക്കിക്കോ, 7ാമത്തെ ആണെന്നാണ് എന്റെ ഓർമ്മ. നമുക്ക് സമയം കുറവായതുകൊണ്ട് നമുക്ക് വേഗം പോകാം. അപ്പൊ 14 മനുക്കളുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ
430 കോടി സൂര്യവർഷങ്ങൾ ഭരിച്ച 14 മനുക്കളിൽ ഒരു സംഘം മനുക്കളുടെ നാമങ്ങളാണിവ. അപ്പം അപ്പം മനുക്കൾ കൂടാതെ യുഗാവതാരങ്ങളും ഉണ്ട് ഈ മനുക്കളെ കൂടാതെ തന്നെ. അത് ഓരോ യുഗത്തിനും യുഗത്തിൻ്റെതായ അവതാരമുണ്ട്. സത്യയുഗത്തിന്റെ അവതാരങ്ങൾ ഏതൊക്കെയായിരുന്നു? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ വരെ അല്ലെ. ത്രേതായുഗത്തിൽ പരശുരാമന്, ശ്രീരാമൻ. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ. കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭു, കൽക്കി. അപ്പൊ ഇത് ഈ യുഗാവതാരങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അവതാരങ്ങളുടെ വർണ്ണങ്ങളും വ്യത്യാസമാണ്. ഗൗരവർണം, അരുണവർണം, കാർവർണം, പീതവർണം എന്നിങ്ങനെ അവതാരങ്ങളുടെ വർണ്ണങ്ങളും ഉണ്ട്. ദ്വാപര യുഗത്തിൽ കൃഷ്ണ ഭഗവാൻ കാർവർണ്ണനായും കലിയുഗത്തിൽ പീതവർണ്ണനായി ചൈതന്യ മഹാപ്രഭുവായിട്ടും അവതരിച്ചു. അപ്പം ഈ വർണ്ണങ്ങളെ പറ്റി തന്നെ പല കൺഫ്യൂഷനും ഉണ്ട്. പല സ്ഥലത്തും പല രീതിയിലും പറയുന്നുണ്ട്. 3-4 സ്ഥലത്ത് 3-4 രീതിയിലുണ്ട്. ഇതിനെപ്പറ്റി ഒരു ശ്ലോകമുണ്ട് ഈ വർണ്ണങ്ങളെ പറ്റി ഭാഗവതിൽ തന്നെ. ആ ഒരു ശ്ലോകം പറയുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പൊ നിങ്ങൾ അത് ഓർത്ത് കൺഫ്യൂഷൻ ആണ്. ഭഗവാന്റെ നിറം നമുക്കിപ്പം 2 നിറം മാത്രം അറിഞ്ഞിരുന്നാൽ മതി അല്ലെ. 2 നിറം അല്ലെ. ഒന്ന് ഏതാണ്? നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാർവർണ്ണനായിട്ടുള്ള ഭഗവാന്റെ, പിന്നെ ചൈതന്യ മഹാപ്രഭു ഗൗരവർണ്ണനായിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഗൗരവർണ്ണത്തിന് പകരം പീതവർണ്ണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൗരവവും പീതവും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷെ സത്യയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന അവതാരത്തെ ഗൗരവർണ്ണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സത്യയുഗത്തിൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, ഇതിലെ ഏത് വർണ്ണമാണ്, ഏത് അവതാരത്തിലാണ് ഗൗരവർണ്ണം എന്ന് എനിക്ക് പറയാനായിട്ട് അറിയില്ല. മത്സ്യത്തിനായിരുന്നോ, കൂർമ്മത്തിനായിരുന്നോ, വരാഹത്തിനായിരുന്നോ, നരസിംഹത്തിനായിരുന്നോ എന്ന് നമുക്ക് അതിൻ്റെ പ്രത്യേകിച്ച് ഒരു ഇതിന് എനിക്ക് ഓർമ്മയില്ല ഏതിനാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത്. അടുത്തത് അരുണവർണ്ണം എന്ന് പറഞ്ഞ ത്രേതായുഗത്തിലുള്ള ശ്രീരാമചന്ദ്ര ഭഗവാന് അരുണവർണ്ണം. പക്ഷെ നമുക്ക് പച്ച കളറിലാണ് പല ഫോട്ടോസിലൊക്കെ കാണുന്നത് അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നു അരുണവർണ്ണം. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. ഇത് 2 കാർവർണ്ണവും പീതവർണ്ണവുമാണ് നമുക്ക് ശരിക്കും അറിയാവുന്നത്. മറ്റേത് കളറിനെ പറ്റി അത്ര അധികാരമായിട്ട് നമുക്ക് അറിയത്തില്ല. ഫോട്ടോയിലൊക്കെ കാണുന്ന ഭഗവാൻ ഒരു പച്ച കളർ എന്ന കളറിലാണ് ശ്രീരാമേന്ദ്ര ഭഗവാൻ. ഇപ്പൊ ആദ്യം 30 കോടിയുടെ ഒരു വിഗ്രഹം കൊടുത്തിരിക്കുന്നു, ഒരു അങ്കി, സ്വർണവും ഇതൊക്കെ വെച്ച് 30 കോടി എവിടെ? അയോധ്യയിലോ? അയോധ്യയിലേക്ക് കൊടുത്തിട്ടിരിക്കുന്നു 30 കോടി. അതെയല്ല, നല്ല കാര്യം. അപ്പൊ അങ്ങനെ നമ്മൾ ആ ശ്ലോകം നോക്കാം. അല്ല, ഏത് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഭാഗവത്തിൽ പറയുന്നത്. ഗൗരവർണം തുഷാ അകൃഷ്ണം സാങ്കോപാങ്കാസ്ത പാർഷദം യജ്ഞേ സങ്കീർത്തന പ്രായേ യജന്തസി സുമേധസ. ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിൽ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഗൗരവർണ്ണം എന്നാണ്. ഗൗരവർണ്ണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണവർണ്ണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പീതം എന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഇത് നമ്മൾ പിന്നീടുള്ള മുന്നോട്ട് പോകുമ്പോൾ ശ്ലോകങ്ങളിൽ ക്ലാരിഫൈഡ് ആകും. വേറെ ശ്ലോകത്തിൽ ഇത് പറയുന്നുണ്ട്, കൃത്യമായിട്ട് കളറിന്റെ തന്നെ ഒരു ശ്ലോകമുണ്ട് ഓരോ അവതാരത്തില്. ഇവിടെ ഇതിൽ ഈ പർപ്പട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എങ്ങനെ ആധികാരികമായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം പല സ്ഥലത്തും പല രീതിയിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതാണ് ഉറപ്പെന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ പ്രത്യേകിച്ച് കളറിനെ പറ്റി ചിന്തിച്ചിട്ട് സമയം പാഴാക്കണ്ട. നമുക്കറിയാവുന്ന ശ്ലോകം ഗൗരവർണം തുഷാകൃഷ്ണം. ഗൗരവർണമാണ്, സ്വർണവർണമാണ്. എന്നാൽ തുഷ ആകൃഷ്ണ എന്ന് പറഞ്ഞ എന്താണ്? ആകർഷിക്കുന്നത്. അതായത് ഭഗവാന്റെ, സോറി അങ്ങനെയല്ല കേട്ടോ, കൃഷ്ണവർണം തുഷ ആകൃഷ്ണൻ എന്നാണ്. എനിക്ക് തെറ്റിപ്പോയതാണ്. ഗൗരവർണ്ണം അല്ല, കൃഷ്ണവർണം തുഷ ആകൃഷ്ണൻ. കൃഷ്ണവർണ്ണം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ഗോത്രത്തിൽപ്പെട്ടതാണ്. തൃഷ ആകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകൃഷ്ണമാണെന്ന് പറഞ്ഞാൽ സ്വർണവർണ്ണം. അതായത് ശ്യാമവർണ്ണം അല്ലാത്ത അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വർണ്ണത്തിന് എന്താണ് പറയുന്നത്? സ്വർണ്ണവർണ്ണമാണ് അല്ലെ. അപ്പൊ കൃഷ്ണ സാങ്കോ, അതായത് അദ്ദേഹം ആയുധങ്ങളും ആയിട്ടാണ് വന്നത്. പക്ഷെ ആയുധങ്ങൾ എന്തായിരുന്നു? സുദർശനം ഒന്നും അല്ല ആയുധം എടുത്ത്. എന്തായിരുന്നു? നാമസങ്കീർത്തനമായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ നാവ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം. നാമസങ്കീർത്തനമായിരുന്നു അത്. അദ്ദേഹം പാർഷദന്മാരോട് കൂടി തന്നെയാണ് അവതരിച്ചത്, പഞ്ചതത്വങ്ങളുടെ കൂടെ അല്ലെ. പിന്നെ അദ്ദേഹം വിഭാവനം ചെയ്ത പ്രസ്ഥാനം എന്താണ്? സങ്കീർത്തന പ്രസ്ഥാനം, നാമസങ്കീർത്തനമാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. കലിയുഗത്തിൽ ബുദ്ധിയുള്ള ആൾക്കാരെ അത് പിന്തുടരും എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നിരിക്കുന്നത്. കൃഷ്ണവർണം തുഷാകൃഷ്ണൻ. ഞാൻ ഗൗരവർണ്ണം എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. ഗൗരവർണ്ണ അല്ല, കൃഷ്ണവർണ്ണം തുഷാകൃഷ്ണൻ. അകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗൗരവർണ്ണം എന്നാണ് പറയുന്നത്. അകൃഷ്ണം, കൃഷ്ണ അതായത് കറുപ്പ് നിറം അല്ലാതെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണവർണ്ണം.
അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ ഈ നിറത്തിനെ പറ്റി ആധികാരികമായിട്ടൊന്നും പറയാഞ്ഞത്. ആകയാൽ ഈ കപട നാട്യക്കാർക്കൊന്നും തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ ഭഗവാനെ പറ്റിയുള്ള ഈ അനുമാനങ്ങൾക്കും ഇതിനൊന്നും തന്നെ യാതൊരു ഇടയും നൽകുന്നില്ല. കാര്യം ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് തന്നെ അവരാരും യോഗ്യരല്ല. അവരെത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പൊട്ടൻസിക്ക് ഒരു കുറവില്ല. ഭഗവാനെ എത്ര ചീത്ത വിളിച്ചാലും ഭഗവാന് യാതൊരു ഇതിൽ എത്രയോ പേര് എന്തെല്ലാമാണ് ചീത്ത വിളിക്കുന്നത് അല്ലെ ഭഗവാനെ. പക്ഷെ ഭഗവാൻ അതൊന്നും കണക്കാക്കത്തില്ല അല്ലെ. ഇതൊന്നും ഭഗവാന്റെ ആ ഒരു പൊട്ടൻസിക്ക് മുഴുവൻ, അതായത് നമ്മളൊരു സമുദ്രത്തെയും ചെന്നിട്ട് ഒരു ഒരു 2-3 ബക്കറ്റ് വെള്ളം എടുത്ത് കളഞ്ഞാൽ എന്താണ് സമുദ്രത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? സമുദ്രം തിരിഞ്ഞു നോക്കത്തില്ല അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഭഗവാൻ മഹാസാഗരമാണ് അല്ലെ. മഹാസാഗരം. ഈ സാഗരം ഈ സമസ്ത പ്രപഞ്ചങ്ങളും ധരിച്ചിരിക്കുന്ന ഭഗവാനെ ആരെങ്കിലും ഒരു പട്ടി രാവിലെ എണീറ്റ് സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി കുരച്ചു കഴിഞ്ഞാൽ സൂര്യന് എന്തെങ്കിലും സംഭവിക്കുമോ? സൂര്യൻ അത് കേട്ട് പേടിച്ചോടി ഒളിക്കുവോ മാളത്തില്? അതായത് ഒരു മലയുടെ മറവിൽ ഈ പട്ടി കുരയ്ക്കാണ് എന്ന് പറഞ്ഞ് ഒരു മറവിൽ ഒളിച്ചിരിക്കാന്ന് നോക്കുവോ? എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ ഉയർന്നു പോകാന്ന് വിചാരിക്കുവോ? ഇത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ ഈ കുരയ്ക്കുന്ന ആൾക്കാരൊക്കെ ഭഗവാന്റെ ആ ഒരു പൊട്ടൻസിക്ക് മുൻപിൽ തന്നെ അവര് ഒന്നുമല്ല, നിഷ്പ്രഭരാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇത്രയും മാത്രം വിചാരിക്കുക, ഭഗവാന്റെ ആ ഒരു പൊട്ടൻസി വൈഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർഷങ്ങൾ, ബ്രഹ്മദേവന്റെ വർഷങ്ങൾ പോലും നമുക്ക് കൂട്ടാനോ ചിന്തിക്കാനോ പറ്റാത്ത സ്ഥിതിക്ക് ഈ ഭഗവാന്റെ ആ ഒരു നിശ്വാസ കാലയളവ്, ഈ ഭഗവാനെ സൃഷ്ടിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ എത്രയോ ഉയരത്തിലാണ് ഈ ഈ ഈ പറയുന്ന കാരണോദശക വിഷ്ണുവിനെ. ആരുടെ അംശമാണ്? ഭഗവാന്റെ അംശമാണ് അല്ലെ, കൃഷ്ണന്റെ. അപ്പൊ അത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്ര വലിയ പൊട്ടൻസി ഉള്ള ഭഗവാനാണ് നമ്മളുടെ അടുക്കല്. എത്ര ഒരു ശിശുവായിട്ട് വന്ന് ലീലയാടുന്നതും നമ്മളുടെ കൂടെ സുഹൃത്തായിട്ട് വന്ന് നമ്മളുടെ ഒപ്പം നിന്ന് നമ്മളെ സഹായിക്കുന്നതും വേണ്ട സമയത്ത് ഉപദേശങ്ങൾ തരുന്നതും, അതുപോലെ തന്നെ പിതാവിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ നമ്മളെ രക്ഷിക്കുന്നു. അതുപോലെ ഈ പിതാവ് അല്ലെങ്കിൽ ഈശ്വരന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഭയഭക്തിയോടുകൂടി നമ്മൾ നിൽക്കുന്നു. അല്ലെങ്കിൽ ഒരു പുത്രൻ വാത്സല്യ രസത്തിൽ വരുന്ന പുത്രനായിട്ട്, അല്ലെങ്കിൽ സഖാവ് സാഖ്യരസത്തിൽ, അല്ലെങ്കിൽ ഗോപികമാരുടെ മാധുര്യ പ്രേമരസത്തിൽ ഈ ഭഗവാൻ തന്നെയാണ് അല്ലെ. ഇത്രയും ബൃഹത്തായി ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ രീതിയിലേക്ക് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി തിരിച്ച്, എന്നിട്ടും നമുക്ക് വിശ്വാസമില്ല അല്ലെ. എന്നിട്ട് നമ്മള് എന്തൊക്കെയോ പറയുന്നു, ഭഗവാനിൽ വിശ്വാസമില്ലാത്ത അവസ്ഥ. അങ്ങനെ ഇതൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ചില അവതാരങ്ങൾ. ഇത് ഭഗവാൻ അസംഖ്യ അവതാരങ്ങളുണ്ട് അല്ലെ. ദിവസവും അവതാരങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ കാര്യങ്ങൾ. നമ്മൾ ഇതൊന്നും അറിയുന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ കുമാരന്മാർ, നാരദന്മാർ, പൃഥു, ശേഷൻ, അനന്തൻ എന്നൊക്കെ ഉള്ളത് പ്രത്യക്ഷ അവതാരങ്ങൾ. വിഭൂതിയെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിൽ പറയുന്നു ഭഗവാന്റെ വിഭൂതികളെ പറ്റി. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഭൂതികൾ ഭഗവാനുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, എന്താണ് ഒരു സൂര്യന് മുൻപിൽ ഉദിച്ചിരുന്ന ഒരു മെഴുകുതിരിയായി മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു മെഴുകുതിരി കത്തി, നമ്മൾ ഉരുകിയാൻ തീരുള്ളൂ. സൂര്യന്റെ മുന്നിൽ ഇരുന്ന് കത്തി ഉരുകുന്ന ഒരു മെഴുകുതിരി പോലെ ഉള്ളൂ നമ്മളല്ലേ. അത്രയ്ക്കേ ഉള്ളൂ നമ്മളുടെ പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഭഗവാനെ നമ്മൾ വിലയിടാനും പോകുന്നത്. അതുപോലെ തന്നെ ഭഗവാനെ പറ്റി നമ്മൾ ആർഗ്യൂ ചെയ്യുന്നതും അവിശ്വാസം പറയുന്നതും. ഇത്രയും വലിയ പ്രഭാവമുള്ള ആളെയാണ്. അപ്പൊ അത് നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം നമ്മളിത് മനസ്സിലാക്കിയതിന് ശേഷമെങ്കിലും പോകാനായിട്ട് അല്ലെ. ഭഗവാന്റെ അടുക്ക് കളിക്കാനൊന്നും നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. അത്ര വലിയ ഭഗവാനെ ചീത്ത പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഭഗവാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഭഗവാന്റെ ഭക്തരെ എന്തെങ്കിലും പറഞ്ഞാൽ ഭഗവാൻ ഇഷ്ടപ്പെടില്ല. അതൊരിക്കലും ഭഗവാന് സഹിക്കാൻ പറ്റും. ഭഗവാന്റെ ശുദ്ധ ഭക്തരായിട്ടുള്ള ആൾക്കാരെ പറ്റി നമ്മൾ അപവാദം പറയുകയോ, അതാണ് വൈഷ്ണവ അപരാധം എന്ന് പറയുന്നത്. നമ്മൾ അപവാദം പറയുകയോ അവരെ വിഷമിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ അതൊരിക്കലും സഹിക്കില്ല. ഭഗവാനെ പറ്റി എത്ര പറഞ്ഞോ, എത്ര വേണേലും ചെയ്തു, ഭഗവാൻ അത് നോക്കില്ല. കാര്യം ഭഗവാൻ ഇതിന്റെ ആവശ്യമില്ല, അത് നോക്കാനും ചിന്തിക്കാനും വരാനായിട്ടല്ലേ. അതിനുള്ള നേരെയില്ല. ഭഗവാൻ അത്രയും വലിയ പൊട്ടൻസി ആയതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെയുള്ള ചീള് കേസുകൾ അറ്റൻഡ് ചെയ്യാറില്ല. ഇനി അടുത്തത് ശ്ലോകം 6 പെട്ടെന്ന് നമുക്ക് എടുക്കാം. സ ഏവ പ്രഭതം പ്രഥമം ദേവ കൗമാരം സർഗമാശ്രിത ചചാര ദുശ്ചര്യം ബ്രഹ്മചര്യ മഖണ്ഡിതം. അപ്പം ഇത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവൻ 4 കുമാരന്മാർ സൃഷ്ടിച്ചു. അവര്
അവിവാഹിതരായവരാണ്. അഖണ്ഡിതമായ ബ്രഹ്മചര്യ വ്രതത്തിൽ ഉറച്ചു നിന്നിരുന്ന അവർ നിരപേക്ഷ സാക്ഷാത്കാരത്തിനായി കഠിന തപസ്സുകൾ അനുഷ്ഠിച്ചു. അപ്പൊ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവൻ ആദ്യം സൃഷ്ടിച്ച് ഈ 4 കുമാരന്മാരാണ്. ഈ 4 കുമാരന്മാർക്ക് എന്താണ് അവർക്ക് മനസ്സിലായി, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഈ നമ്മളുടെ ഈ ജന്മമൃത്യു ജരാവ്യാധി ഇങ്ങനെയുള്ള അതിൽ കൂടെ ഒന്നും 5 വയസ്സിന് മേളിലോട്ട് പോയി തന്നെ നമ്മുടെ മനസ്സ് പൊല്യൂട്ടഡ് അല്ലേ. നമ്മൾ ഈ കാമം, ക്രോധം, മോഹം ഇതെല്ലാം വന്ന് ഇതായിപ്പോ. അതുകൊണ്ട് അവർ 5 വയസ്സിലായിട്ട് നിത്യ കുമാരന്മാരായിട്ട് നിൽക്കാനായിട്ട് തീരുമാനിച്ചു. തപസ് അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു അല്ലെ. ധ്യാനത്തിൽ ഇരിക്കാൻ, മെഡിറ്റേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നിരപേക്ഷ സത്യസാക്ഷാത്കാരത്തിനായി കഠിന തപസ്സുകൾ അനുഷ്ഠിച്ചു. അവർ ഒരുപാട് നാള് തപസ്സിരുന്നു. ആ നിരപേക്ഷ സത്യത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തപസ്സിനായിട്ട് അവർ പോയിരുന്നു. അപ്പം ഇനി നമുക്കതിന്റെ ഭാവാർത്ഥം നോക്കാം. നിശ്ചിത കാലയളവിൽ ഭൗതിക ലോക സൃഷ്ടി നിർവഹണവും സംഹാരണവും ഉന്മൂലനവും സംഭവിക്കുന്നു. ബ്രഹ്മദേവന്റെ സവിശേഷതയ്ക്ക് അനുസരിച്ച് നിർവഹിക്കപ്പെടുന്ന സൃഷ്ടികൾ വ്യത്യസ്ത നാമങ്ങളുടെ മുകളിൽ പ്രസ്താവിച്ച കുമാരന്മാർ ഭൗതിക ലോകത്തിലെ സൃഷ്ടിയിലാണ് ആവിർഭവിച്ചത്. ശിക്ഷണപരമായ കഠിന ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അവർ ബ്രഹ്മസാക്ഷാത്കാര പ്രക്രിയ അഭ്യസിച്ചു. അവരപ്പോ അഭ്യസിച്ച പ്രക്രിയയാണ് ബ്രഹ്മസാക്ഷാത്കാരം. അവർക്ക് എപ്പോഴാണ് ഭഗവാൻ സാക്ഷാത്കാരം ഉണ്ടായത്? ഈ സനൽകുമാരൻ, സനകൻ, സനന്ദൻ, സനാതനൻ, പിന്നെ ആരാണ്? സനൽകുമാര ഋഷി. ഇങ്ങനെ 4 പേരാണ് അല്ലെ. ഈ 4 പേർക്കും അവരെ ആരെയാണ് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ബ്രഹ്മസാക്ഷാത്കാരം, ബ്രഹ്മനെയാണ്. അതായത് നമ്മൾ പറയുന്ന ഈ സൂര്യപ്രകാശത്തെയാണ് അവര് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിയാണ് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. പക്ഷെ സാക്ഷാലുള്ള ഭഗവാനെ അവര് അറിഞ്ഞത് എപ്പോഴാണ്? അവർ വൈകുണ്ഠത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അല്ലെ. ഭഗവാന്റെ പാദത്തിൽ ഉള്ള ആ വനമാലയുടെ മണം വന്നു, തുളസീഗന്ധം അനുഭവിച്ചു. ഇതൊക്കെ ആയപ്പോഴത്തേനാണ് അവർക്ക് പെട്ടെന്ന് പരിവർത്തനം ഉണ്ടായിട്ട്, പിന്നെ അവിടെ വെച്ചിട്ടുള്ള സംഭവം ഉണ്ടായല്ലോ, ജയവിജയന്മാർ വന്ന് തടഞ്ഞതും അതുപോലെ അവര് ശാപം കൊടുത്തതും. പിന്നെ ഭഗവാനെ നേരിട്ട് കണ്ടപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു പൊട്ടൻസി കൊണ്ട് ഇവര് മയങ്ങി അവര് ബ്രഹ്മവാദിയിൽ നിന്ന് നിരപേക്ഷ സത്യം ഏതാണെന്ന് കണ്ടുപിടിച്ചു. സത്യം പരം ധീമഹി, ഇതാണ് പരമസത്യം എന്നുള്ളത് അവർ മനസ്സിലാക്കി. അവിടെ വെച്ചിട്ട് ഭഗവാന്റെ ഒരു ദൃഷ്ടി കൊണ്ട് തന്നെ ആ ഭഗവാനെ പറ്റി അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി. അത്രയും നാളും അവർ തപസ്സിരുന്നത് എന്താണ്? ബ്രഹ്മസായുജ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, സായുജ്യ മുക്തിക്ക് വേണ്ടിയിട്ട്. എപ്പോ ഭഗവാനെ കണ്ടോ ഭഗവാൻ തന്നെ മനസ്സിലൊരു ഇച്ഛ കൊടുത്തു, വൈകുണ്ഠത്തിൽ പോകണമെന്ന്. അങ്ങനെ വൈകുണ്ഠം, അതായത് ഭഗവാന്റെ രൂപം ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവസാനം വൈകുണ്ഠത്തിൽ പോകാൻ ഇച്ഛ തോന്നിച്ചു. അവിടെ ചെന്നു. അവിടെ ജയവിജയന്മാരെ തടഞ്ഞു. ജയവിജയന്മാർക്ക് ശാപം കൊടുത്തു. 3 ജന്മ അസുരന്മാരായിട്ട് പിറക്കാനായിട്ട് ഇടവന്നു. അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ഒറ്റ ദൃഷ്ടിയിൽ തന്നെ അവർക്ക് എന്താണ് ഈ ഈശ്വര സാക്ഷാത്കാരത്തിൽ നിരപേക്ഷ സത്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അല്ലെ. ഇതാണ് 2ാമത്തെ ശ്ലോകം. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട, ബ്രഹ്മദേവന്റെ ആദ്യത്തെ സൃഷ്ടി സനൽകുമാര ഋഷികളായിരുന്നു. സനകൻ, സനാതനൻ, സനന്ദൻ, സനൽകുമാര ഋഷി. ഇവര് 4 പേര്. ആ 4 പേര് സൃഷ്ടിച്ച ഉടനെ തന്നെ അവർ ബ്രഹ്മദേവൻ പോയി സൃഷ്ടി നടത്താൻ ആജ്ഞാപിച്ചപ്പോൾ അവരെന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് സൃഷ്ടി നടത്താനായിട്ട് താല്പര്യമില്ല. സൃഷ്ടി നടത്താനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഭൗതിക പ്രകൃതിയുടെ ഈ പ്രതിപ്രവർത്തനത്തിൽ നമ്മൾ ഈ ഭൗതിക ദുരിതങ്ങൾ ഏതൊക്കെയാണ്? 3 ദുരിതങ്ങൾ: ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം. ഈ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ ദുരിതങ്ങള് ജന്മമൃത്യു ജരാവ്യാധി. ഇത് അനുഭവിച്ചിട്ട് അനേക യോനിയിൽ കൂടെ ജനിച്ചും മരിച്ച് കാമക്രോധ ലോപമോഹ മതമത്സരാദികളിലൂടെ ഇങ്ങനെ പോകേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങള് സൃഷ്ടി ചെയ്യാനായിട്ട് സാധ്യമല്ല, ഞങ്ങൾ നിത്യകുമാരന്മാരായിട്ട് തപസ് ചെയ്യാനായിട്ട് പോവാണെന്ന് പറഞ്ഞ് അവര് പോയി. അങ്ങനെ ഉണ്ടായിരുന്ന ക്രോധത്തിലാണല്ലോ ആരുണ്ടായത്? രുദ്രൻ ഉണ്ടായത് അല്ലെ. അങ്ങനെ പുരീകത്തിൽ നിന്നാണ് രുദ്രൻ വന്നത്. അതുകൊണ്ടാണ് രുദ്രൻ തമോ ഗുണവും ക്രോധത്തിന്റെ ഒക്കെ പ്രതീകമായിട്ട് മാറിയത്. ബ്രഹ്മദേവന്റെ ക്രോധത്തിൽ നിന്നാണ് രുദ്രൻ ഉണ്ടായത്. അത് നമ്മൾ ഇനി പോകെ പോകെ കാണും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ടൈം അവസാനിച്ചിരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലായെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്ലാസ് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്ക് മനസ്സിലായത് ഞാൻ പറയാൻ പോകും. ഇതിനകത്തൊന്നുമില്ല. പിന്നെ പിന്നെ ഭഗവാന്റെ വിസ്തരണം
ബലരാമസ്വാമി. ബലരാമസ്വാമിയുടെ വിസ്തരണം ആദ്യത്തെ പ്രത്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ, പ്രത്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ, അങ്ങനെ നാല് പേര്. അപ്പൊ അത് പിന്നെ സംഘർഷണൻ തന്നെ സംഘർഷനായിട്ട് വരുന്നു. അതിന് രണ്ടാമത്തെ ചതുർയുഗം വരുന്നു. ചതുർയുഗത്തിൽ മഹാസംഘർഷൻ നാരായണൻ പ്രത്യക്ഷപ്പെടുന്നു. ആ നാരായണനിൽ നിന്ന് 3 പുരുഷാവതാരം ഉണ്ടാകുന്നു. കാരണോദശായി അല്ല അല്ല വിഷ്ണു, അങ്ങനെയല്ല 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 കാരണോദശായി മാതാജിക്ക് വിഷ്ണു, തെറ്റുപറ്റി. മാതാജിക്ക് തെറ്റുപറ്റി. ആ, അങ്ങനെയല്ല. ആ, ആ, ബലരാമനിൽ നിന്ന് സംഘർഷണൻ, സംഘർഷനിൽ നിന്ന് ഒന്നാം ചതുർവ്യൂഹം, ഒന്നാം ചതുർവ്യൂഹത്തിൽ നിന്ന് നാരായണൻ, നാരായണനിൽ നിന്ന് രണ്ടാം ചതുർവ്യൂഹം, രണ്ടാം ചതുർവ്യൂഹത്തിലെ മഹാസംഘർഷനിൽ നിന്ന് പുരുഷാവതാരങ്ങൾ. ആ, ആ, അപ്പൊ അവര് 3 പേരും പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അതെ കാരണോദശായി വിഷ്ണു, ഗർഭോദശായി വിഷ്ണു, ക്ഷീരോദശായി വിഷ്ണു. അതെ പിന്നെ അവരിൽ നിന്നൊക്കെ ഒരുപാട് പിന്നെ അവതാരങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അതെ അത്രയും അത് പിന്നെ ക്ഷീരോദശകായ പഠിച്ചോളാം. വിഷ്ണുവാണ് അവതാരത്തിന്റെ. ഹരേ കൃഷ്ണ. അദ്ദേഹത്തിൽ നിന്നാണ് ഈ അവതാരങ്ങളെല്ലാം ഉണ്ടായത് അല്ലെ? ഞാനൊരു ക്ലാസ്സില് ഞാൻ ആ ഉം. എനിക്ക് 8:30 മുതൽ ക്ലാസ് ആയിരുന്നു പ്രഭു. ഞാൻ ഇറങ്ങിയ ഉടനെ അതിനകത്ത് കയറിയത്. സർവപാലക രാമദാസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ക്ലാസ് ആയിരുന്നു 8:30 മുതൽ. അത് കയറിയിട്ട് അതിൽ നിന്ന് ആടി ഇറങ്ങി അതിനകത്തോട്ട് വന്നത് 9:30 തീർന്നു. ഞാൻ ഓർത്ത് ആരും ഇല്ലായിരിക്കും, അത് ഞാനും ഒരു 10 പത്മമാതാജി 15 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താമസിച്ചു. ഞാനപ്പോ ഓർത്തു ഇന്ന് ഒരാളെ വെച്ച് ക്ലാസ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോ നിങ്ങൾ പിന്നീടാണ് കയറിയത്. ഓക്കെ, ഇത്രയും പേര് കയറിയല്ലോ, സന്തോഷം. ഞാൻ 10 മിനിറ്റ് താമസിച്ചു. ഉം. അടുത്ത ആർക്കെങ്കിലും ഉണ്ടോ വേറെ പോയിന്റ്സ് എന്തെങ്കിലും പറയാനായിട്ട്? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ്? ഹരേ ആയിക്കോട്ടെ. കാരണോദശകായി വിഷ്ണു എന്ന അനേകം പ്രപഞ്ചങ്ങളുണ്ടായി. ഓരോ പ്രപഞ്ചത്തിലും ഗർഭോദശകായി വിഷ്ണു പ്രവേശിക്കുന്നു. ആ ഗർഭോദശകായി വിഷ്ണുവിന്റെ പൊക്കിൾക്കൊടിയിൽ നിന്ന് ഒരു താമരത്തണ്ട് വന്നു. അതിൽ താമരപ്പൂവില് ബ്രഹ്മദേവൻ ഉണ്ടായി. ബ്രഹ്മദേവൻ രജോഗുണത്തില് സൃഷ്ടി ചെയ്യുന്നു. പിന്നെ പിന്നെ എല്ലാ അവതാരങ്ങളും ക്ഷീരോദശകായി വിഷ്ണുവിൽ നിന്നാണ് വരുന്നത്. പ്രപഞ്ച സംരക്ഷകനായിട്ട് അറിയപ്പെടുന്നത് ക്ഷീരോദശകായി വിഷ്ണു. വിഷ്ണുവാണ്. അത് സ്ഥിതി ചെയ്യുന്ന ആള്, സൃഷ്ടിച്ച് സംഹാരത്തിലെ സ്ഥിതി ചെയ്യുന്ന ആള് അല്ലേ? മാതാജിയുടെ നല്ല റിയലൈസേഷൻ ആണ്, നല്ല പോയിന്റ്സ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഇനി ആർക്കും എല്ലാം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. സമയം കഴിഞ്ഞ് അതിക്രമിച്ചിരിക്കണം. നമുക്കിന്ന് നിർത്താം, വൈൻഡപ്പ് ചെയ്യാം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസന്ധ പ്രധാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ജയ്.